പുതുവൈപ്പിൽ സമരക്കാരെ പോലീസ് തല്ലിച്ചതച്ചത് ന്യായീകരിച്ച് DGP സെൻകുമാറും CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും രംഗത്തെത്തി. DCP യതീഷ് ചന്ദ്രയ്ക്ക് തെറ്റുപറ്റിയിട്ടില്ലെന്ന് സെൻകുമാർ പ്രതികരിച്ചപ്പോൾ പ്രധാനമന്ത്രിയുടെ സുരക്ഷ മുൻനിർത്തിയാണ് പോലീസ് നടപടി സ്വീകരിച്ചതെന്ന് കോടിയേരി പറഞ്ഞു. പോലീസ് നടപടി ന്യായീകരിച്ച സെൻകുമാറിനെ വിമർശിച്ച് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ രംഗത്ത് വന്നു. മെട്രോ ഉദ്ഘാടനത്തിനെത്തിയ പ്രധാനമന്ത്രിക്കെതിരെ തീവ്രവാദ ഭീഷണി ഉണ്ടായിരുന്നതുകൊണ്ടാണ് പോലീസ് ഇടപെട്ടതെന്നാണ് DGP TP സെൻകുമാറിന്റെ വിശദീകരണം. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ മുഴുവൻ താൻ പരിശോധിച്ചെന്നും അതിൽ പോലീസിന് വീഴ്ച ഉണ്ടായതായി ബോധ്യപ്പെട്ടിട്ടില്ലെന്നും സെൻകുമാർ പറഞ്ഞു. ഞാൻ ആ വീഡിയോ കംപ്ലീറ്റ് കണ്ടു. ആ ത്രെട്ട് പ്രധാനമന്ത്രി ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ ഒരു ടെറർ മൊഡ്യൂൾ ഉണ്ടായിരുന്നു. മനസ്സിലായോ? നമുക്ക് ആരും റിസ്ക് എടുക്കാൻ പറ്റില്ല. പോലീസിനെ ന്യായീകരിക്കാൻ സെൻകുമാർ മുന്നോട്ട് വെച്ച അതേ വാദമാണ് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും പറഞ്ഞത്. സമരസമിതി ഇപ്പോഴത്തെ നിലപാട് പുനഃപരിശോധിക്കണമെന്നും CPI പറഞ്ഞത് അവരുടെ അഭിപ്രായമാണെന്നും കോടിയേരി പ്രതികരിച്ചു. അപ്പോൾ ചർച്ച ചെയ്ത് പരിഹരിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് നിലപാട്. ചർച്ചയ്ക്ക് അവസരം കൊടുക്കില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നത് ഇത്തരം പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താനാണ്. ആ നിലപാട് ശരിയല്ല. സമരസമിതിക്കാർ അവരുടെ നിലപാട് പുനഃപരിശോധിക്കാൻ തയ്യാറാകണം. എന്നാൽ കാനം രാജേന്ദ്രൻ DGPയെ രൂക്ഷമായി വിമർശിച്ച് രംഗത്ത് വന്നു. പുതുവൈപ്പ് സമരക്കാർ ഡൽഹിയിലുള്ള പ്രധാനമന്ത്രിയെ എങ്ങനെ തടയുമെന്നാണ് സെൻകുമാർ പറയുന്നതെന്ന് സമരപന്തൽ സന്ദർശിച്ച കാനം രാജേന്ദ്രൻ ചോദിച്ചു. സമരത്തിന് തീവ്രവാദ ബന്ധമുണ്ടെന്ന് പറയുന്നത് സമരക്കാരെ അപഹസിക്കലാണെന്നും കാനം പറഞ്ഞു. ഡൽഹിയിലിരുന്ന പ്രധാനമന്ത്രിയെ എങ്ങനെയാണ് ഈ സമരക്കാർക്ക് വഴി തടയാൻ പറ്റുക? സാമാന്യ യുക്തി വേണ്ടേ ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നത്? ഇതിനിടെ സമരക്കാർക്കെതിരെയുള്ള പോലീസ് നടപടി സംബന്ധിച്ച് സിറ്റി പോലീസ് കമ്മീഷണറും ബാഹ്യ ഇടപെടൽ സംബന്ധിച്ച് റൂറൽ SPയും വിശദീകരണം നൽകണമെന്ന് IGP വിജയൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മീഡിയ 1 കൊച്ചി, തിരുവനന്തപുരം. സംബന്ധിച്ച ചർച്ചയിൽ CPM നേതാവ് ശ്രീ A റഹീം, CPI നേതാവ് ശ്രീ TJ ആഞ്ചലോസ്, സമരസമിതി നേതാവ് ശ്രീമതി മാഗലിൻ പീറ്റർ, മഹിളാ മോർച്ച നേതാവ് ശ്രീമതി OM ശാലീന എന്നിവരാണ് പങ്കെടുക്കുന്നത്. ശ്രീമതി മാഗലിൻ പീറ്റർ, ഈ സമരത്തെക്കുറിച്ച്, ഈ സമരത്തിൻ്റെ നീക്കത്തെക്കുറിച്ച് ഒക്കെ സർക്കാരിനെ നയിക്കുന്ന പാർട്ടിക്ക് ഒപ്പം പോലീസിന് ഒക്കെയുള്ള കൃത്യമായ നിലപാട് എന്താണെന്ന് വ്യക്തമായിരിക്കുന്നു ഇന്നോടെ. ഈ സമരത്തിന് പിന്നിൽ തീവ്രവാദ സംഘടനകളാണ് എന്ന് ഉറപ്പിച്ചു പറയുകയാണ് DGP. ആ നിലയ്ക്ക് എന്തെല്ലാം കാരണങ്ങളാണ് അതിന് വിശദീകരിക്കുന്നത് എന്ന് വ്യക്തമല്ല. അതിന് അദ്ദേഹം പറഞ്ഞു വെച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം അവിടെ ഇതുമായി ബന്ധമില്ലാത്ത ആളുകൾ ഈ സമരത്തിൽ പങ്കെടുക്കുന്നു എന്നതൊക്കെയാണ്. എങ്കിലും എങ്ങനെയാണ് ഈ വിഷയത്തിൽ സമരസമിതിയുടെ പ്രതികരണം? എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, തീവ്രവാദി ആരെന്ന് കണ്ടുപിടിക്കേണ്ടതിൻ്റെ ചുമതല പോലീസിനാണ്. അത് ഞങ്ങളുടെ ഉത്തരവാദിത്വമേ അല്ല. അത് കണ്ടുപിടിച്ച് അവർ ശിക്ഷിക്കട്ടെ, അതിനകത്ത് യാതൊരുവിധ സംശയവും ഞങ്ങൾക്കില്ല. മറ്റൊന്ന്, ഈ സമരസമിതി വെക്കുന്ന ഒരു ഡിമാൻഡുണ്ട്. ഈ IOC പൂട്ടുക അല്ലാതെ വേറെ ഈ സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്നുള്ളതാണ് സമരസമിതിയുടെ തീരുമാനം. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പോലീസിൻ്റെ നടപടി വളരെ വ്യക്തമായിട്ട് ഈ മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ പോലീസ് ഉദ്യോഗസ്ഥൻ കാണിച്ചിട്ടുള്ള, സാധാരണപ്പെട്ട സ്ത്രീകളോട് കാണിച്ചിട്ടുള്ള നരനായാട്ടിനെ സംബന്ധിച്ച് പ്രധാനമന്ത്രി വരുന്നത് പിറ്റേ ദിവസമാണ്. ഞങ്ങൾ പോയത് തലേ ദിവസവും. പിന്നെ ഞങ്ങൾ ആരും തന്നെ ഒരു റോഡും ഉപരോധിച്ചിട്ടില്ല. ഞങ്ങൾ നിന്നിട്ടുള്ളത് ഫുട്പാത്തിലാണ്. മറ്റൊന്ന്, നിങ്ങൾ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ അറിയാം, ഞങ്ങൾ IG ഓഫീസിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. IG ഓഫീസിൻ്റെ ഫ്രണ്ടിൽ നിരവധി പോലീസ് വാനുകളുണ്ട്. ഏതെങ്കിലും സമരം പെട്ടെന്ന് ചെയ്യുന്നവർ ഈ ദിവസങ്ങളിൽ, അങ്ങനെ ഏറ്റവും സുരക്ഷയുള്ള സമയത്ത് പെട്ടെന്ന് കയറി ഈ IG ഓഫീസിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ തീർച്ചയായും അങ്ങനെയൊക്കെ സമരസമിതിക്കാർക്ക് നിഷ്കളങ്കമായി ആ കാര്യത്തെ വ്യാഖ്യാനിക്കാം, വിശദീകരിക്കാം. പക്ഷേ പോലീസ് പറയുന്നത്, പോലീസിൻ്റെ ഒരു കാഴ്ചപ്പാട്, പോലീസിന് അന്ന് കൃത്യമായ വിവരമുണ്ട്, ഒരു തീവ്രവാദി ആക്രമണം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് പോലും പോലീസ് സംശയിക്കുന്നു. ആ നിലയ്ക്കുള്ള വിവരം കിട്ടിയിരിക്കുന്നു. ആ നിലയ്ക്ക് കരുതലോടെ നിൽക്കുന്ന പോലീസിന് മുന്നിലേക്കാണ് ഇതൊന്നും അറിയാതെ ഒരുപക്ഷെ നിങ്ങൾ സമരസമിതിക്കാർ കടന്നു ചെല്ലുന്നത്. അതുകൊണ്ടാണ് ആ നടപടി അത്രയും കർക്കശമായത് എന്നാണ് പോലീസ് പറഞ്ഞു വയ്ക്കുന്നത്. അങ്ങനെ നിങ്ങളെ ആ സമരത്തെ ഈ നിലയ്ക്ക് ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ 100 ദിവസമായി തുടരുന്ന സമരമാണ്. പക്ഷേ ആ നിലയ്ക്ക് ചർച്ച ചെയ്യപ്പെടുന്നില്ല. അത് ചർച്ച ചെയ്യപ്പെടാനും ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനുമുള്ള ഒരു ശ്രമമായിരുന്നോ നിങ്ങൾ നടത്തിയത്? ഒരിക്കലും അല്ല. ഞങ്ങൾക്ക് വേണ്ടത്ര ഞങ്ങളുടെ ഡിമാൻഡ് എന്താണെന്ന് പറഞ്ഞാൽ IOC പൂട്ടുക എന്നുള്ളതാണ്. 120 ദിവസമായിട്ട് ഞങ്ങൾക്കത് പൂട്ടിയിടാൻ സാധിച്ചിട്ടുണ്ട്. അത് തന്നെ ഞങ്ങളുടെ വലിയൊരു വിജയമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. പിന്നെ ഞങ്ങളൊരു അക്രമത്തെ സംബന്ധിച്ച് ഞങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ഈ 120 ദിവസം സമാധാനപരമായിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇനിയും ഞങ്ങൾക്ക് സമാധാനപരമായിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളൊരു അക്രമത്തെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല. ഇനി
ഇതിനു മുമ്പ് നമ്മൾ എന്തിനാ ഈ അന്നത്തെ മാത്രം കാര്യത്തെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമല്ല. ഈ പ്രധാനമന്ത്രി വരുന്നതിൻ്റെ 2 ദിവസത്തിന് മുമ്പ് എന്തിനാണ് മുഖ്യമന്ത്രി ഈ പോലീസ് അധികാരികൾക്ക് നിർദ്ദേശം കൊടുത്തിട്ട് സമാധാനപരമായി സമരം ചെയ്തിരുന്ന ആളുകളുടെ മുന്നിൽ ഒരു ദിവസം രാവിലെ ഒരു വലിയ ശക്തിയോടുകൂടി പോലീസ് വരികയും ഈ ഉദ്യോഗസ്ഥരെ നിർബന്ധപൂർവ്വം അകത്തേക്ക് കയറ്റി വിടുകയും ജനങ്ങളെ അടിച്ചമർത്താനുണ്ടായ ഒരു സാഹചര്യം കൂടിയുണ്ട്. ഒറ്റ ദിവസമല്ല, 2 ദിവസമായിട്ട് നടന്നിട്ടുള്ള ആക്രമണത്തെ സംബന്ധിച്ച് നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെടണം. ഞാൻ തിരിച്ചു വരാം ശ്രീമതി മാഗലിൻ പീറ്റർ. ശ്രീ എ റഹീം, ഇന്ന് DGP പറഞ്ഞത് സർക്കാരിന്റെ നയമാണോ? ഹലോ, സർക്കാരിൻ്റെ നയം മുഖ്യമന്ത്രി വിശദീകരിക്കും. DGP പറഞ്ഞത് അദ്ദേഹത്തിന് ലഭിച്ച അറിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് സേനയുടെ മേധാവി എന്ന നിലയിൽ അദ്ദേഹം വിശദീകരിച്ചതാണ് കാര്യങ്ങൾ. ഇപ്പോൾ 2 പ്രതികരണങ്ങളുണ്ടായിട്ടുണ്ട് ഇന്ന്. നിങ്ങളുടെ വാർത്തയിൽ പരാമർശിച്ചതുപോലെ CPIM സംസ്ഥാന സെക്രട്ടറി പാർട്ടിയുടെ നിലപാടെന്ന് വ്യക്തമാക്കി. അതോടൊപ്പം തന്നെ DGP വ്യക്തമാക്കിയത് പോലീസ് സേനയുടെ മേധാവി എന്ന നിലയിൽ അദ്ദേഹത്തിന് പോലീസ് സേനയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. ഇവിടെ 2-3 കാര്യങ്ങളാണ്. ഒന്ന്, പോലീസ് നടപടി ഏതെങ്കിലും തരത്തിൽ മോശമായിട്ടുണ്ട് എങ്കിൽ അത് പരിശോധിക്കുന്നതിന് ഞങ്ങളെതിരല്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല. സർക്കാർ അത് പരിശോധിക്കും. മാത്രമല്ല, ഈ പ്രശ്നത്തിൽ ഇപ്പോൾ വിവാദമാകുന്നതിനും ഇത്തരം ചർച്ചയിലേക്ക് നീങ്ങുന്നതിനുമെല്ലാം മുമ്പ് തന്നെ 2 വട്ട ചർച്ചകൾ ഇതിനകം തന്നെ സർക്കാർ മുൻകൈയെടുത്ത് നടന്നിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത ഒരു ചർച്ചയ്ക്ക് കൂടി ഇപ്പോൾ നിർത്തിവെക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു സർക്കാർ. അതിനുശേഷം അടുത്തൊരു ചർച്ചയ്ക്ക് കൂടി സർക്കാർ കളമൊരുക്കിയിരിക്കുന്നു. മുഖ്യമന്ത്രി തന്നെ ആ ചർച്ച നേരിട്ട് നടത്താൻ വേണ്ടി ലക്ഷ്യം വെച്ചിരിക്കുകയാണ്. നാളെ അത് നടക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഈ സർക്കാരിന് ഇതിൽ ഏകപക്ഷീയമായൊരു നിലപാടൊന്നുമില്ല. ജനങ്ങളുടെ ആശങ്ക അകറ്റുക എന്നതിൽ സർക്കാരിന് കൃത്യമായ തീർച്ചയായും നമുക്ക് CPM-ന്റെ നിലപാടിലേക്ക് വരാം. എന്തായാലും ഇപ്പോൾ DGP ഒരു നിലപാട് ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് പോലീസിന്റെ അറിവിന്റെ തുടർച്ചയായുള്ള നിലപാടാണ് എന്ന് ലഘൂകരിച്ച് കാണാൻ കഴിയില്ല. കാരണം എന്തെല്ലാം കാര്യങ്ങളാണ് DGP പറഞ്ഞത്. ഇവിടെ 3.5-4 കോടി ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു പദ്ധതി വന്നാൽ അവിടെ 4000-ഓ 5000-ഓ പേർ ചേർന്ന് സമരം നടത്തുന്നു, അതിനെതിരെ പ്രതിഷേധിക്കുന്നു. ഇതൊക്കെ ശരിയാണോ? നാട്ടിൽ വികസനം വേണ്ടേ? ഇതൊക്കെയാണ് DGP ഇന്ന് ഈ ചോദ്യങ്ങൾക്കൊപ്പം, അതായത് അദ്ദേഹം ഈ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾക്ക് തുടർച്ചയായി അദ്ദേഹം പറഞ്ഞു വച്ച കാര്യങ്ങൾ. അപ്പോൾ അദ്ദേഹം പറയുന്നത് സർക്കാരിൻ്റെ നിലപാട് കൂടിയാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അല്ല, സർക്കാരിൻ്റെ നിലപാട് ഒരിക്കലും പറയേണ്ടത് അദ്ദേഹമല്ല, അദ്ദേഹം പറയത്തുമില്ല. അദ്ദേഹം ഈ പറഞ്ഞത് നിങ്ങൾ ചിലരുടെ ചോദ്യത്തിന് പ്രതികരിച്ചതാണ്. ആ ചോദ്യങ്ങളെല്ലാം വളരെ കൃത്യമായി പോലീസ് നടപടിയുമായി ബന്ധപ്പെട്ടായിരുന്നു. പക്ഷേ DGPയുടെ ഉത്തരം എന്നത് ഇവിടുത്തെ വികസന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പോയാൽ എങ്ങനെയാണ് എന്ന മട്ടിലായിരുന്നു. അല്ല, അത് DGPയുടെ പ്രതികരണമായി കാണണ്ട, നമ്മളതിനെ കേവലമായി കാണണ്ട. നമുക്കത് സമഗ്രമായി ചർച്ച ചെയ്യാം. ഇപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. പാർട്ടി അപ്പോൾ പിന്നെ സർക്കാരിന്റെ നയം അതാണ്, അതുകൊണ്ടാണ് ആ നയം DGP നടപ്പാക്കുന്നു, അത് DGP ആവർത്തിച്ച് പറയുക കൂടി ചെയ്യുന്നു. അങ്ങനെ വേണ്ട മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ പിന്നെ DGPക്ക് എന്ത് കാര്യം? ഈ കാര്യത്തിലൊക്കെ DGPക്ക് നോവേണ്ട ഒരു കാര്യവുമില്ലല്ലോ. അല്ല ഹർഷ, എന്നെ ഒന്ന് ദയവ് ഇത് പ്രതികരിക്കാൻ സമയം തരിക. സർക്കാരിൻ്റെ നയം വികസനം വരണം എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ആവർത്തിച്ച് സമരസമിതിയുടെ പ്രതിനിധി പറയുന്നത് ഞങ്ങൾക്കൊരൊറ്റ നിലപാടേ ഉള്ളൂ, അത് IOC പ്ലാന്റ് പൂട്ടുക എന്നുള്ളതാണ്. ഈ കണ്ടിരിക്കുന്ന പ്രേക്ഷകർ, ഈ സമരത്തിൽ നേതൃത്വം കൊടുക്കുന്ന ഇവരൊക്കെ പാചകവാതകം ഉപയോഗിക്കില്ല എന്നുണ്ടോ? ഇവരെല്ലാവരും പാചകവാതകം ഉപയോഗിച്ചിട്ടാണല്ലോ ഈ സമരം ചെയ്യുന്നത്. ഒരു സ്ഥലത്ത് ഒരു പ്രശ്നമുണ്ട് എങ്കിൽ ആ പ്രശ്നം അഡ്രസ്സ് ചെയ്യാം. ഇത് 2009 പദ്ധതി ആരംഭിച്ചതാണ്. 2 തവണ ഒരേ ഹർജിക്കാരൻ ഹരിത ട്രിബ്യൂണലിനെ സമീപിച്ചു, കേരള ഹൈക്കോടതിയെ സമീപിച്ചു. ഈ പറയുന്ന എല്ലാ ആശങ്കകളും ബന്ധപ്പെട്ട സമിതികളിൽ ചർച്ച ചെയ്തു. അതിൽ അന്തിമ വിധി എല്ലാം IOCയുടെ പ്ലാന്റിൻ്റെ നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ്. അപ്പോൾ രാജ്യത്ത് വ്യവസ്ഥാപിതമായ നിയമ സംവിധാനങ്ങൾ എല്ലാം പച്ചക്കൊടി കാണിച്ച ഒരു കാര്യത്തിൽ കുറച്ചുപേർ ചേർന്ന് അത് തെറ്റായി വീണ്ടും പ്രതിരോധിക്കാൻ നിൽക്കുമ്പോൾ സർക്കാർ ഏകപക്ഷീയമായി പിന്നും നീങ്ങുന്നില്ല. 2 ചർച്ചകൾ സർക്കാർ നടത്തി. ഇനിയൊരു ചർച്ചയ്ക്ക് കൂടി മുഖ്യമന്ത്രി നേരിട്ട് മുൻകൈ എടുക്കുന്നു. അപ്പോഴും ഏകപക്ഷീയമായി ഞങ്ങളത് അടച്ചുപൂട്ടിച്ചേ അടങ്ങൂ എന്ന് വീണ്ടും ഈ ചർച്ചയിൽ അങ്ങനെ സമരസമിതിക്കാർ അങ്ങനെ പല കാര്യങ്ങളും പറയും. ചർച്ചകളിലേക്ക് തന്നെ കൊണ്ടുപോവുകയും ആ കാര്യത്തെ പരിഹരിക്കാൻ വേണ്ട ശ്രമങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യേണ്ടത് സർക്കാരിന്റെ ബാധ്യതയാണ്. പക്ഷേ ഇവിടെ ഈ സംഭവ പരമ്പരകൾ എങ്ങനെയാണ് തുടർച്ചയായി
പോലീസിൻ്റെ ആക്ഷൻ ഉണ്ടാകുന്നു സമരസമിതിക്കാർക്ക് നേരെ, അത് കടുക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ നമ്മളെല്ലാവരും ഇപ്പോഴും ആവർത്തിച്ച് കാണുന്നുണ്ട്. ഈ പറഞ്ഞ ആരോപണ വിധേയനായി യതീഷ് ചന്ദ്രയെ അടക്കമുള്ളവർ സമരക്കാരെ മർദ്ദിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ആ നിലയ്ക്ക് ഈ ആക്രമണ സ്വഭാവത്തോടെ പോലീസ് ഇവരെ കൈകാര്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിൻ്റെ തുടർച്ചയായി ആദ്യമായി വരുന്ന ഒരു പോലീസ് ഉന്നതൻ്റെ പ്രതികരണം എന്നത് DGPയുടെ പ്രതികരണമാണ്. സർക്കാരിൻ്റെ മറ്റു പ്രതികരണങ്ങൾ വന്നിട്ടില്ല. സർക്കാരിനെ നയിക്കുന്ന CPMൻ്റെ സെക്രട്ടറിയുടെ പ്രതികരണം വരുന്നു. രണ്ടും ഏതാണ്ട് സമാന സ്വഭാവത്തോടെയാണ് വരുന്നത്. പോലീസിനെ വെള്ളപൂശുന്നതാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാട്. പോലീസിൻ്റെ, അതായത് ആ ആക്ഷനിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥരെ പൂർണ്ണമായും വെള്ളപൂശുന്നതാണ് DGPയുടെ നിലപാട്. അത് മാത്രമല്ല, DGP കുറച്ചുകൂടി കടന്ന് ഈ വികസന പ്രശ്നങ്ങളിൽ ഇങ്ങനെയൊന്നും സമരം ചെയ്തുകൂടാ എന്നുകൂടി പറഞ്ഞു വയ്ക്കുന്നു. തെറ്റാണത്. താങ്കളുടെ പ്രസ്താവന പൂർണ്ണമായി തെറ്റാണ്. ഹർഷൻ, എനിക്കൊരു അവസരം തരണം. സഖാവ് കൊടിയേരിയുടെ പ്രസ്താവനയുടെ ഒരു പ്രസക്തമായ ഭാഗം, പ്രധാനമന്ത്രി വന്ന ദിവസം സമരക്കാർ ഹൈക്കോടതി ഭാഗത്ത് വന്നത് തെറ്റായിപ്പോയി. പോലീസ് തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ സാഹചര്യം മാറിയനെ. പ്രധാനമന്ത്രിയുടെ സഞ്ചാരമാർഗത്തിലേക്ക് കടക്കാനുള്ള സമരക്കാരുടെ ശ്രമമാണ് പോലീസ് തടഞ്ഞത്. ഇനി അടുത്ത വരി ശ്രദ്ധിച്ചു കേൾക്കുക. പോലീസ് ആക്രമണത്തിൻ്റെ മൃഗീയത വേറെ ചർച്ച ചെയ്യേണ്ടതാണ്. സമരസമിതി നിലപാട് പുനഃപരിശോധിക്കണം. ഞാൻ ആവർത്തിച്ച് പറയുന്നില്ലേ, പോലീസിനെ ഏകപക്ഷീയമായി പോലീസ് നടപടിയെ ന്യായീകരിച്ചു എന്ന് നിങ്ങളെങ്ങനെയാണ് നിഗമനത്തിലെത്തുക? സഖാവ് കൊടിയേരി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. പോലീസ് നടപടി എന്തെങ്കിലും തരത്തിൽ മോശമായി പോയിട്ടുണ്ട് എങ്കിൽ അത് പരിശോധിക്കും സർക്കാർ. അതിവിടെ എന്നല്ല, ഇന്നലകളിൽ പരിശോധിച്ചു, നാളെയും പരിശോധിക്കും. സർക്കാരിൻ്റെ നിലപാടതാണ്. അതിർ കവിഞ്ഞ ബലപ്രയോഗങ്ങൾ പോലീസ് അനുവദിക്കില്ല, ഈ ഗവൺമെന്റ് അനുവദിക്കില്ല. ഇത് പറയുമ്പോൾ തന്നെ രണ്ടാമതൊരു കാര്യം, അങ്ങനെയാണെങ്കിൽ പൂർണ്ണമായും DGPയുടെ നിലപാടിനെ CPM കണ്ണുമടച്ച് അംഗീകരിക്കുന്നില്ല എന്ന് തന്നെ കരുതണോ? അല്ല, അങ്ങനെയല്ല. DGP രണ്ട് കോണ്ടസ്റ്റിലാണ് പറഞ്ഞത്. നിങ്ങൾ അങ്ങനെ എടുക്കണ്ട, ഇത് രണ്ടും കൂടെ കൂട്ടിച്ചേർക്കണ്ട. ഈ പ്രശ്നത്തെ അങ്ങനെ വഴിതിരിച്ചു വിടരുത് ദയവ് ചെയ്ത്. നിങ്ങൾ ഈ DGPയുടെ നിലപാടിനോട് CPM യോജിക്കുന്നുണ്ടോ എന്നതറിയണമല്ലോ. CPMന് DGPയുടെ നിലപാടിനോട് യോജിപ്പുണ്ടോ? ഇവിടെ ഭീകരാക്രമണം ഉണ്ടാവുന്ന ത്രെട്ട് നിലനിൽക്കുന്നു. ഇവിടെ ഭീകരാക്രമണം ഉണ്ടാവുന്ന ത്രെട്ട് നിലനിൽക്കുന്നു. ആ ഘട്ടത്തിലാണ് യതീഷ് ചന്ദ്ര അത്ര ക്രൂരമായി അവരെ കൈകാര്യം ചെയ്തത് എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പോയാൽ ഇവിടെ വികസനം വരുമോ എന്നതാണ് രണ്ടാമത്തെ കാര്യം. അതെ, അല്ല, ഈ രണ്ട് കാര്യങ്ങളും സ്വീകരിക്കാവുന്ന കാര്യമാണ്. കാര്യം അതിലേക്ക് വരാൻ വിശദീകരിക്കാൻ സമയം തരണം. ഇപ്പോൾ റഹീമിന്റെ വിശദീകരിക്കാനുള്ള അവസരത്തിലേക്ക് തീർച്ചയായും വരാം. കാരണം ഇതിനോട് വിയോജിപ്പ് പറയുന്ന CPIയുടെ പ്രതിനിധിയോടുകൂടി ആ വിഷയത്തിൽ നിലപാട് ആരാഞ്ഞതിന് ശേഷം ഞാൻ റഹീമിലേക്ക് തിരിച്ചു വരാം. ശ്രീ TJ ആഞ്ചലോസ്, ഈ വിഷയത്തിൽ ശുദ്ധ വിവരക്കേടാണ് DGP പറയുന്നത് എന്ന് തന്നെയാണ് കാനം രാജേന്ദ്രൻ പ്രതികരിക്കുന്നത്. ആ നിലയ്ക്ക് കാണാൻ കഴിയുമോ? കാരണം പ്രധാനമന്ത്രിക്കെതിരെ ഒരു ഭീകരാക്രമണ സാധ്യത നിലനിൽക്കുന്നു എന്ന വിവരം സംസ്ഥാന പോലീസിന് കിട്ടുന്നു. അതിൻ്റെ ട്രയൽ, ഈ അദ്ദേഹത്തിൻ്റെ സഞ്ചാരപഥത്തിൻ്റെ ട്രയൽ പരിശോധിക്കുന്ന ഘട്ടത്തിൽ അവിടേക്ക് സമരക്കാരെത്തുന്നു. അതിൻ്റെ തുടർച്ചയായ ഒരു ആക്ഷൻ ഉണ്ടാകുന്നു. ആ ആക്ഷനെ കുറിച്ചാണ് DGP പറയുന്നത്. അതും പുതുവൈപ്പിലെ ആക്ഷനും രണ്ടാണെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. എന്തായാലും രണ്ടും മര്യാദയില്ലാത്ത തരത്തിൽ ആളുകളെ കൈകാര്യം ചെയ്യുന്ന, അങ്ങനെയല്ല ക്രൂരമായി തന്നെ ആളുകളെ കൈകാര്യം ചെയ്യുന്ന തരത്തിലായിപ്പോയി. ആ കാര്യത്തിലും സംശയമൊന്നുമില്ല. പക്ഷേ ഇത് ഈ ഒറ്റയടിക്ക് DGP, സംസ്ഥാന DGP ഇങ്ങനെയൊരു ആശങ്ക അവതരിപ്പിക്കുന്നതിനെ തള്ളിക്കളയാൻ കഴിയുമോ? DGPയുടെ നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ നിലപാടായിട്ട് ഞാൻ കാണുന്നില്ല. ഭ്രാന്ത് പിടിച്ച ഒരു നായയെപ്പോലെ ആ യതീഷ് ചന്ദ്ര അവിടെ കാട്ടിക്കൂട്ടിയത് എന്താണ്? ഇന്ന് ഞങ്ങളവിടെ സന്ദർശിക്കേണ്ടത്, ഇതിനു മുമ്പ് സന്ദർശിച്ചിട്ടുണ്ട്. വൃദ്ധന്മാരായിട്ടുള്ള ആളുകൾ, കുട്ടികൾ, സ്ത്രീകൾ, എത്ര പേർക്കാണ് മർദ്ദനമേറ്റത്? കൈയൊടിഞ്ഞ ആളുകളുണ്ട്, വിരലൊടിഞ്ഞ ആളുകളുണ്ട്, തലയ്ക്ക് പരിക്കേറ്റ ആളുകളുണ്ട്. വിഷ്വൽസിൽ കാണിച്ചത് സത്യത്തിൽ വളരെ കുറച്ച് കാര്യങ്ങളാണ്. അതിനേക്കാൾ ഭീകരമായ കാര്യങ്ങളാണ് അവിടെ ഏറ്റവും പാവങ്ങളായിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾ ഞങ്ങളോട് പറഞ്ഞത്. ഭീകരന്മാരൊന്നുമില്ല, തീവ്രവാദികളൊന്നുമില്ല, സാധാരണ മനുഷ്യരാണ്, പച്ച മനുഷ്യർ. ആ മനുഷ്യരുടെ നേരെ ഇത്രയും ഭീകരമായ ആക്രമണം ഒരു തെരുവ് നായെപ്പോലെ ഒരു ഉദ്യോഗസ്ഥൻ അവിടെ കാട്ടിക്കൂട്ടിയിട്ട് അതിനെ ഒരു DGP ന്യായീകരിക്കുക എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നയമല്ലത്. അത് മാത്രമല്ല, മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുകയാണ്. കാരണം നിങ്ങൾ എന്തിനാണ് 2 ദിവസത്തെയും വിഷ്വൽസ് കാണിക്കുന്നതെന്നാണ് മാധ്യമങ്ങളോട് ഈ DGP ചോദിക്കുന്നത്.
2 ദിവസം അവിടെ പോലീസ് ആക്ഷൻ നടന്നിട്ടുണ്ട്. ഒരു വിഷയത്തിൽ സമരം ചെയ്യുന്നവർക്ക് നേരെ 2 ദിവസം പോലീസ് ആക്ഷൻ നടന്നിരിക്കുന്നു. ആദ്യ ദിവസം അതിൻ്റെ സംഭാവന യതീഷ് ചന്ദ്ര എന്ന ഉദ്യോഗസ്ഥൻ്റെ ആയിരുന്നു. 2ാം ദിവസം ജോർജ് എന്ന ഉദ്യോഗസ്ഥൻ്റേതായിരുന്നു. ഈ 2 ആക്ഷൻ അവിടെ നടത്തിയിട്ടുണ്ട്. 2ൻ്റെയും ദൃശ്യങ്ങൾ കാണിക്കുന്നതിൽ എന്താണ് തെറ്റ്? എന്താണ് DGP ഉദ്ദേശിച്ചത്? താങ്കൾക്ക് മനസ്സിലായോ? അല്ല, ഈ തെരുവ് നായെ പോലെ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ ന്യായീകരിച്ചുകൊണ്ട് പച്ച കള്ളമാണ് പ്രചരിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി വരുന്നതെന്നാണ് 17-ാം തീയതിയാണ്. ഈ സംഭവങ്ങൾ നടക്കുന്നത് 16-ാം തീയതിയാണ്. 16-ാം തീയതി പ്രധാനമന്ത്രി ഡൽഹിയിലാണ്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ തടയാൻ തീവ്രവാദികൾ ശ്രമിക്കുന്നു, ഭീകരവാദികൾ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ നരനായാട്ടം നടത്തിയത്. ഇതിനു മുമ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരെ ഇതേപോലെ തന്നെ തെരുവിലിട്ട് തല്ലിച്ചതച്ചൊരു ഉദ്യോഗസ്ഥനാണ്. ആ ഉദ്യോഗസ്ഥൻ ഇതുപോലെ പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ എങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല. അത്തരം ഉദ്യോഗസ്ഥന്മാരെ ജനകീയ സമരങ്ങളെ നേരിടാൻ വേണ്ടി പറഞ്ഞയക്കാൻ പാടുണ്ടോ? ജനകീയ സമരങ്ങൾ എങ്ങനെ നേരിടേണ്ട കാര്യമുണ്ടോ? ചിന്തിക്കണം. ഞങ്ങൾ മാത്രമല്ല, കാനൻ രാജേന്ദ്രൻ മാത്രമല്ല അഭിപ്രായം പറഞ്ഞത്. സൗ VS പരസ്യമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ലോക്കൽ MLA സൗ ശർമ്മ പരസ്യമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. വകുപ്പ് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ നേരത്തെ ഇവരുമായി ചർച്ച, പ്രത്യേകിച്ച് വനിതകളായതുകൊണ്ട് അവരുമായി ചർച്ച ചെയ്ത് ചില നിലപാടുകൾ പറഞ്ഞതാണ്. കാരണം അവിടെ ചെന്നപ്പോൾ പൊതുസമൂഹത്തിന്റെ പ്രതികരണം, ഞാൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ശ്രീ TJ ആഞ്ചലോസ്, ഈ DGP ഒന്നുകൂടി ഈ സർക്കാരിനെ കുഴപ്പത്തിലാക്കാൻ വേണ്ട കൗശലപൂർവ്വമുള്ള ഒരു നീക്കം നടത്തിയിരിക്കുന്നു. പണ്ടേ അദ്ദേഹത്തിനുള്ള തീവ്രവാദ ഭീതി എന്ന തുറുപ്പ് ചീട്ട് അദ്ദേഹം 2ാമതൊന്നുകൂടി എടുത്ത് പ്രയോഗിച്ചിരിക്കുന്നു. അങ്ങനെ വേണ്ട കരുതാൻ? അല്ല, അവിടെ ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറി പരസ്യമായി പറഞ്ഞതാണ്. കാനൻ രാജേന്ദ്രൻ പറഞ്ഞു DGPയുടെ ഈ നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ ജനങ്ങളെ അണിനിരത്തുവാൻ വേണ്ടിയുള്ള ഏർപ്പാടാണ്. അദ്ദേഹം മാത്രമല്ല, ഈ യതീഷ് ചന്ദ്രയെ പോലുള്ള ചില ഉദ്യോഗസ്ഥന്മാരുടെ നിലപാടതാണ്. ഞാൻ പറയുന്നത് പൊതുസമൂഹം എറണാകുളം നഗരത്തിൽ എവിടെയും ഇറങ്ങി ചോദിക്ക്, അവർ ഈ സമരത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണ്. ഈ ഉദ്യോഗസ്ഥൻ കാണിച്ച നരനായട്ടിനെതിരെയുള്ള പ്രതികരണമാണ് അവർ ചെയ്യുന്നത്. വ്യക്തമാണ്. ഞാൻ തിരിച്ചു വരാം. ശ്രീമതി OM ശാലീന, ഈ വിഷയത്തെ, ഈ സമരത്തെ ഒരു പ്രത്യേക ഘട്ടത്തിൽ BJP കൂടി പിന്തുണയ്ക്കുകയുണ്ടായി. ഈ പുതുവൈപ്പിൽ നടന്നു വരുന്ന സമരത്തെ, അത് ഈ സർക്കാരിനെതിരായ സമരത്തിന്റെ സ്വഭാവം എന്നുള്ളത് കൊണ്ടാണോ നിങ്ങൾ പിന്തുണച്ചത്? അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരൊറ്റയടിക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് പിന്തുണയ്ക്കാൻ കഴിഞ്ഞത്? കാരണം പ്രധാനമന്ത്രിക്ക് എതിരെയുള്ള ഒരു ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പോലീസ് ആ നിലയ്ക്ക് ഒരു ആക്ഷൻ എടുക്കുന്നത്. ആ പോലീസിന്റെ ആക്ഷനെ എങ്ങനെയാണ് BJPക്ക് വിമർശിക്കാൻ കഴിഞ്ഞത്? BJP ഈ സമരത്തിനെ നേരിട്ട രീതിയെയാണ് വിമർശിച്ചത്. അതായത് മൃഗീയമായി സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സമരക്കാരെ പോലീസ് നേരിട്ട രീതി അത് തെറ്റായി പോയി എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. പക്ഷേ അങ്ങനെ നേരിടേണ്ടി വന്നത് അത് DGP വിശദീകരിക്കുന്നത് എല്ലായ്പ്പോഴും അങ്ങനെ എങ്ങനെയാണ് വളരെ ലളിതമായി ഒരു പോലീസ് ആക്ഷൻ കൈകാര്യം ചെയ്യാൻ കഴിയില്ല. ഈ പ്രത്യേക സാഹചര്യത്തിൽ ഒരു പ്രധാനമന്ത്രിക്കെതിരെ ത്രട്ടുണ്ടാവുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നു. ആ ഘട്ടത്തിൽ അത് കൈകാര്യം ചെയ്തിരിക്കുകയാണ് എന്നാണ്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയാണ് ഭീഷണി എന്ന് പോലീസ് പറയുന്നു. അത് BJP വിശ്വസിക്കുന്നുണ്ടോ? തീവ്രവാദി ബന്ധവും അതുപോലെ നരേന്ദ്രമോദിക്കെതിരെയുള്ള ഭീകരവാദ ഭീഷണിയും ഒക്കെ അന്വേഷിക്കേണ്ടത് പോലീസിന്റെ കാര്യമാണ്. അത് ഉണ്ടോ എന്നുണ്ടെങ്കിൽ അത് തെളിയിക്കണം, അത് അന്വേഷിക്കേണ്ടതാണ്. എന്നാൽ ഇതേ ഹൈക്കോടതി പരിസരത്താണ് മെയ് 29-ാം തീയതി മുസ്ലിം തീവ്രവാദികൾ ഹൈക്കോടതി ജഡ്ജിക്കെതിരെ ഭീഷണി മുഴക്കുകയും ഹൈക്കോടതി ജഡ്ജിയെ പേര് പറഞ്ഞ് അവഹേളിക്കുകയും ഒക്കെ ചെയ്തത്. അന്ന് പോലീസ് വാഹനത്തിന് മുകളിൽ കയറി നിന്ന് സമരത്തിന് നേതൃത്വം കൊടുത്ത ആളുകളെ ഇത്തരത്തിലൊന്നും നേരിടുന്നത് നമ്മൾ ആരും കണ്ടില്ലല്ലോ. പ്രധാനമന്ത്രിക്കെതിരായ ഒരു തീവ്രവാദ ഭീഷണി എന്നതിനോട് ആ സംഭവത്തെ താരതമ്യം ചെയ്യാൻ കഴിയില്ലല്ലോ. എന്തായാലും ഇത് പ്രധാനമന്ത്രിക്കെതിരായ ഒരു തീവ്രവാദ ഭീഷണി ഉണ്ടായിരിക്കുന്നതാണ് DGP ആവർത്തിച്ച് പറയുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ പോലീസ് അതിന്മേൽ ആക്ഷൻ എടുത്തിരിക്കുന്നു എന്നുമാണ് പറയുന്നത്. അപ്പൊ പിന്നെ എങ്ങനെയാണ് BJPക്ക് ആ പോലീസിനെ വിമർശിക്കാൻ കഴിയുക? BJP പോലീസിനെ വിമർശിക്കുന്നത് പോലീസിന്റെ നടപടി ഇത്തരത്തിൽ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഒരു സമരസമിതിയെ, ജനകീയ സമരസമിതിയെ നേരിടുന്ന രീതി തെറ്റായി പോയി എന്നുള്ളത് തന്നെയാണ് BJPയുടെ നിലപാട്. അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇത്തരത്തിലുള്ള മൃഗീയമായ രീതിയിലല്ല സമരക്കാരെ നേരിടേണ്ടത്. അപ്പം അതുകൊണ്ട് തീർച്ചയായും ഈ ഒരു രീതിയിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അത് ആഭ്യന്തര വകുപ്പിന്റെ തികഞ്ഞ പരാജയമാണ് കാണിക്കുന്നത്. നമ്മൾ ആദ്യമായിട്ടല്ല, ഇപ്പം CPM അധികാരത്തിൽ, LDF അധികാരത്തിൽ വന്നതിന് ശേഷം പല സമരങ്ങളായി നമ്മൾ കാണുന്നു. ഈ സമരങ്ങളൊക്കെ അടിച്ചമർത്തുന്ന രീതിയിലുള്ള ഈ പ്രതികരണം എല്ലാം തന്നെ തെറ്റാണ്. ഒരു അമ്മയെ റോഡിലൂടെ വലിച്ചഴിക്കുന്നത് നമ്മൾ കണ്ടതാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ്. ഇതുപോലെ തന്നെയാണ് ഇപ്പം ഈ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത്. സമരക്കാരെ
പിന്നാലെ ഓടിപ്പോയിട്ട് അടിക്കുന്ന രീതി നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള രീതികൾ സമരസമിതിക്കാരെ നേരിടുന്നതിൽ സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് പോലീസ് മേധാവികളടക്കം ആലോചിക്കേണ്ടതാണ്. ആഭ്യന്തര വകുപ്പ് ആലോചിക്കേണ്ട തീവ്രവാദ അവർ അതിനെക്കുറിച്ച് ശ്രീമതി OM ശാലീന, പക്ഷേ എവിടെയായാലും ഇപ്പോൾ കേരളത്തിലെ സാഹചര്യം മാത്രം കണക്കാക്കേണ്ട, തീവ്രവാദ ഭീഷണി വേണ്ട. പ്രധാനമന്ത്രി സഞ്ചരിക്കുന്ന പാതയിൽ തീവ്രവാദ ഭീഷണി ഉണ്ട് എന്ന അറിയിപ്പ് ലഭിച്ചതിന് ശേഷം ഇത്തരമൊരു സമരം നടക്കുന്ന സാഹചര്യം ഉണ്ടായാൽ പോലീസ് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നാണ് അങ്ങനെയാണെങ്കിൽ BJP പറയുന്നത്. CPM ഇവിടെ ഭയക്കുന്നത് ഒരുപക്ഷെ ആ സമരം അങ്ങനെ നടക്കാനും SPGയുടെ ആ കോൺവോയ് അതിലേക്ക് കടന്നു പോകുമ്പോൾ സമരക്കാർക്ക് അതിന് മുന്നിലേക്ക് കടന്നു ചെല്ലാനും കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ തന്നെ ഒരുപക്ഷെ ഇല്ലാതായേക്കാം. ഒരുപക്ഷെ പ്രധാനമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ CPMന് ഇവിടെ ബോധപൂർവം വീഴ്ച വരുത്തിയിരിക്കുന്നു എന്ന ആരോപണം BJP തന്നെ ഉന്നയിച്ചേക്കാം. ഇങ്ങനെയൊക്കെ സ്ഥിതിവിശേഷം ഉണ്ട് എന്നതാണ് CPM ഭയക്കുന്നത്. ആ നിലയ്ക്കാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന്. അപ്പോൾ നിങ്ങളെയൊക്കെ ഭയന്നുകൊണ്ടാണ് അവരങ്ങനെ ഒരു നടപടി സ്വീകരിച്ചതെന്ന് കരുതണോ? പ്രധാനമന്ത്രി എന്ന് പറയുന്നത് BJPയുടെ പ്രധാനമന്ത്രിയല്ല, അദ്ദേഹം ഈ രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രിയാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ട സുരക്ഷ ഒരുക്കുക എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല തന്നെയാണ്, അല്ലെങ്കിൽ കേരള സർക്കാരിന്റെ ചുമതലയാണ്. പക്ഷെ ആ ഒരു കാര്യത്തിന്റെ പേര് പറഞ്ഞ് ജനകീയമായി സമരം ചെയ്യുന്ന സ്ത്രീകളടക്കമുള്ള കുട്ടികളടക്കമുള്ള ആളുകളെ ഇത്തരത്തിൽ മൃഗീയമായി മർദ്ദിക്കുന്നത് അത് ഒരു തീർച്ചയായും. പക്ഷേ DGP ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ഈ സംഘടനയ്ക്ക് ഈ സമരത്തെ നിയന്ത്രിക്കുന്നത് തീവ്രവാദ സംഘടനകളാണ് എന്ന്. BJP അതിനോട് യോജിക്കുന്നുണ്ടോ? ഒരിക്കലും യോജിക്കുന്നില്ല. ഞാൻ പറയുന്നത് തീവ്രവാദ സംഘടനകൾ അത്തരം സമരങ്ങൾക്ക് പ്രചോദനം നൽകുന്നുണ്ടെങ്കിൽ അതിനെ തടുക്കേണ്ടതാണ്. അത് കണ്ടുപിടിച്ച് അത്തരം പ്രതിരോധിക്കുന്ന അല്ലെങ്കിൽ സഹായിക്കുന്ന ആളുകളെ നിയന്ത്രിക്കേണ്ടതും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതുമാണ് എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ ഒറ്റയടിക്ക് കണ്ണും പൂട്ടി ഈ സമരത്തെ പിന്തുണയ്ക്കാൻ കഴിയുക? ഞങ്ങൾ പിന്തുണച്ചത്, ഈ സമരത്തിനെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുന്നത് സമരത്തെ നേരിട്ട രീതി ശരിയായില്ല എന്നുള്ളതായിരുന്നു BJPയുടെ നിലപാട്. പക്ഷേ അവിടെയാണ് ശ്രീമതി OM ശാലീന, രാഷ്ട്രീയ മുതലെടുപ്പിനപ്പുറത്ത് ഈ വിഷയത്തിൽ വ്യക്തതയുള്ള നിലപാടുകൾ എത്ര രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട് എന്ന സംശയം കൂടുതൽ ദൃഢതരമാകുന്നത്. ഞാൻ തിരിച്ചു വരാം. ശ്രീ റഹീം, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോലീസിന്റെ നടപടിയെ അതിനിശിതം VS അച്യുതാനന്ദൻ്റെ അടക്കം S ശർമ്മയടക്കം മേഴ്സിക്കുട്ടിയമ്മ അടക്കമുള്ളവർ വിമർശിച്ചതാണ്. പക്ഷേ CPM സംസ്ഥാന സെക്രട്ടറിക്ക് അത്ര ഉറപ്പോടെ ആ ആശങ്ക പങ്കുവയ്ക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും കൗതുകകരമായ ഒരു കാര്യം. അതേസമയം DGPയുടെ സംശയത്തെ ഏതാണ്ട് അങ്ങനെ തന്നെ ശരിവെക്കുകയും ചെയ്യുകയാണ് തീവ്രവാദ ഭീഷണിയുടെ കാര്യത്തിൽ. ഇവിടെ ഇപ്പോൾ BJPക്ക് പോലും തീവ്രവാദ ഭീഷണിയെക്കുറിച്ച് DGP പറഞ്ഞതിനോട് ഉറച്ചുള്ള ഒരു പിന്തുണ കൊടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല. എന്നിട്ടും എങ്ങനെയാണ് CPMന് അങ്ങനെ ഒരു പിന്തുണ കൊടുക്കാൻ കഴിയുക, പ്രത്യേകിച്ച് ഈ സർക്കാരിന് വല്ലാത്ത തലവേദന വരുത്തിവെച്ച ഒരു DGPയുടെ നടപടിയെ? അല്ല, ഇതൊന്നും വ്യക്തിപരമായി കാണേണ്ട ഹർഷൻ. കേരളത്തിലെ തീവ്രവാദ ഭീഷണിയുണ്ടോ? പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട രഹസ്യാന്വേഷണ വിവരങ്ങൾ സമാഹരിക്കുകയും അത് ക്രോഡീകരിക്കുകയും ചെയ്യുന്ന ഓഫീസ് അത് BJPയുടെ ഓഫീസല്ല. അത് സംബന്ധിച്ച് കേരളത്തിൽ ആധികാരികമായി അഭിപ്രായം പറയാൻ കഴിയുന്ന പോലീസ് സേനയുടെ മേധാവിയാണ്. അദ്ദേഹം നേരിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ഇന്ന് മാധ്യമങ്ങളോട് തന്നെ പ്രതികരിച്ചത്. അതിനെ വിശ്വാസത്തിലെടുക്കുക മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. തൽക്കാലം പോലീസിന് ഒരു സർക്കാർ എന്ന നിലയ്ക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ റഹീം, സർക്കാരിന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ഒരു DGP ഒരു നിലപാട് പറയുമ്പോൾ അതിനെ തള്ളി പറയുന്നതിന്. പക്ഷെ പാർട്ടി എന്തിനാണ് അങ്ങനെ ശങ്കിക്കുന്നത്? ഈ പാർട്ടിയെ ഏതെല്ലാം തരത്തിലാണ് ഈ പറഞ്ഞ യതീഷ് ചന്ദ്ര എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കൈകാര്യം ചെയ്തത് എന്നത് റഹീമിനും അറിയാമല്ലോ. എങ്ങനെയാണ് CPI-കാരൻ്റെയും CPM-കാരൻ്റെയും ഒക്കെ വൃഷണം ഞെരിച്ചുടയ്ക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് അയാൾ. അയാളെ ഇങ്ങനെ ഒരു ജനകീയ സമരം കൈകാര്യം ചെയ്യാൻ അയച്ചതിന്റെ ഉത്തരവാദിത്വം ഈ സർക്കാരിൽ നിന്ന് മാറില്ല. ഹർഷ, ഇതൊന്നും ഇങ്ങനെയൊന്നും നിഗമനത്തിലെത്തരുത്. ഞാനൊരു കാര്യം പറയട്ടെ. യതീഷ് ചന്ദ്ര എന്ന് പറയുന്ന പോലീസ് ഓഫീസർ അങ്കമാലിയിൽ നടത്തിയ നരനായാട്ടുമായി ബന്ധപ്പെട്ട് ശക്തമായ നിലപാട് അന്നും ഇന്നും ഉയർത്തിപ്പിടിക്കുന്നവരാണ് ഞങ്ങൾ. ഇനി ഈ പ്രശ്നത്തിൽ തന്നെ പോലീസ് നടപടി അതിര് കവിഞ്ഞതാണ് എങ്കിൽ അത് പരിശോധിക്കണം, ബന്ധപ്പെട്ടവർ നിലപാട് സ്വീകരിക്കണമെന്ന് സർക്കാരിനോട് CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറയുകയും ചെയ്തു. നിങ്ങളതെന്തേ കാണാതെ പോകുന്നു? ഒരേ സമയം ആ പോലീസ് DGPയുടെ വാദത്തെ പൂർണ്ണമായി അംഗീകരിക്കുക എന്നത് ഒരു ദുരവസ്ഥയാണോ CPMന്റെ? കാരണം ഇപ്പോൾ ഈ തീവ്രവാദ സംഘടനകൾ ഡ്രൈവ് ചെയ്യുന്നു എന്ന, ഈ സമരത്തെ ഡ്രൈവ് ചെയ്യുന്നു എന്ന ആ വാദത്തോട് BJPക്ക് പോലും വിയോജിപ്പാണുള്ളത്. എന്തുകൊണ്ടാണ് CPMന് പിന്നെ യോജിപ്പ്? അല്ല ഹർഷ, എന്നെ പറയാനൊന്നും താങ്കൾ അനുവദിക്കാത്തതാണ് ഇതിൻ്റെ പ്രശ്നം.
ഞാൻ ഇല്ല, പറഞ്ഞോളൂ, താങ്കൾ ബിജെപിയുടെ പറഞ്ഞോളൂ. ഓഫീസല്ലല്ലോ ഇത് തീരുമാനിക്കുക. ബിജെപിയുടെ ഓഫീസോ CPM-ന്റെ ഓഫീസോ അല്ല ഇതൊന്നും ക്രോഡീകരിക്കുക. പിന്നെ താങ്കൾ എന്നോട് ചോദിക്കുന്നൊരു ചോദ്യം DGPയുടെ വാക്കുകൾ എന്തുകൊണ്ട് ഞങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നു എന്നാണ്. നിങ്ങൾ എന്തുകൊണ്ട് വിശ്വാസത്തിലെടുക്കാതിരിക്കുന്നു? അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? കേരളത്തിൻ്റെ പോലീസ് സേനയുടെ മേധാവി ഇത് സംബന്ധിച്ചൊരു വിശദീകരണം തന്നാൽ അത് സംബന്ധിച്ച ആധികാരികമായ അഭിപ്രായം പറയാൻ ഒരൊറ്റ കാര്യം റഹീം, DGP പറഞ്ഞതിനെ പൂർണ്ണമായി വിശ്വാസത്തിൽ എടുക്കാതിരിക്കുക എന്നതല്ല നിലപാട്. DGP പറയുന്ന, അതായത് DGP ന്യായീകരിക്കുന്ന യതീഷ് ചന്ദ്ര കാണിച്ചു കൂട്ടിയ അക്രമങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായി അറിയാവുന്നത് കൊണ്ടാണ് DGP പറയുന്ന, അല്ലെങ്കിൽ DGP വെള്ളപൂശുന്ന യതീഷ് ചന്ദ്രയ്ക്ക് ഒപ്പം നിന്ന് വെള്ളപൂശാൻ മാധ്യമങ്ങൾ തയ്യാറാവാതിരിക്കുന്നത്. ഇപ്പോൾ ഈ സ്ക്രീനിൽ റഹീമിന് കാണാം അയാൾ എന്തൊക്കെയാണ് അക്രമം കാട്ടിക്കൂട്ടുന്നതെന്ന്. ഏതോ സിനിമയിൽ കണ്ട എന്താണ് പറയുക, സിനിമയിലെ ചില പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ കാണിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അങ്ങനെ പോലും വിശദീകരിക്കാൻ കഴിയാത്ത തരത്തിൽ ക്രൂരമായ നടപടികളാണ് ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്, തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ശ്രീ TJ ആഞ്ചലോസ് പറഞ്ഞതുപോലെ ഒരു ജനകീയ സമരത്തെ കൈകാര്യം ചെയ്യാൻ അങ്ങനെ വിവരമില്ലാത്ത ഒരു പോലീസുകാരനെ പറഞ്ഞയക്കുന്നു എന്നതാണ് ഈ സർക്കാരിന്റെ പരാജയം. ഹർഷ, എന്നെ പറയാൻ അനുവദിക്കണം ദയവേത്. തീർച്ചയായും ഇതേ ചോദ്യമാണ് ആവർത്തിച്ച് എന്നോട് ചോദിക്കുന്നത്. എനിക്കതിന് മറുപടി പറയാൻ അങ്ങ് അനുവദിക്കുന്നുമില്ല. പോലീസ് നടപടി യതീഷ് ചന്ദ്ര എന്ന വ്യക്തിയിലേക്ക് മാത്രം എടുക്കണ്ട, ഏതൊരാളുമാകട്ടെ, ഇനി അവിടെ നിൽക്കുന്ന ഒരു പോലീസുകാരനാകട്ടെ, അതിന് കവിഞ്ഞ ബലപ്രയോഗം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കുക തന്നെ ചെയ്യണം എന്ന നിലപാടാണ് CPM വ്യക്തമാക്കിയത്. അതിൽ ആർക്കാണ് അഭിപ്രായ വ്യത്യാസം? അത് ആവർത്തിച്ച് ഞാൻ പറയല്ലേ. പക്ഷെ വാക്കുകൾ മയപ്പെടുന്നു റഹീം, അതുകൊണ്ടാണ് ആവർത്തിച്ച് ചോദിക്കേണ്ടി വരുന്നത്. ഇല്ല, നിലപാടുകൾ മയപ്പെട്ടിട്ടില്ല, നിലപാടുകൾ അക്കാര്യത്തിൽ മയപ്പെട്ടിട്ടില്ല. പക്ഷേ CPM ഓഫീസ് ഇതേ യതീഷ് ചന്ദ്ര ആക്രമിച്ചപ്പോൾ P. രാജീവ് പ്രസംഗിച്ചത് ഈ ഇങ്ങനെയൊക്കെ കൈകാര്യം ചെയ്താൽ പെട്ടെന്നങ്ങ് മുകളിലേക്ക് പോകാമെന്നാണ് യതീഷ് ചന്ദ്രയുടെ ഭാവമെങ്കിൽ മുകളിലേക്ക് പോവുക പ്രമോഷനോടെ ആവില്ല, മറ്റു പലതരത്തിലും ആയിരിക്കുമെന്ന് മൈക്ക് വെച്ച് പ്രസംഗിച്ചു P. രാജീവ്. അത്രയ്ക്ക് അദ്ദേഹം ഈ യതീഷ് ചന്ദ്രയുടെ നടപടികളോട് CPM-ന് വിയോജിപ്പുണ്ട്. ഹർഷൻ, ദൗർഭാഗ്യകരമാണ് താങ്കളുടെ ഇടപെടൽ, അല്ലാതെ മറ്റൊന്നും പറയാനില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ പറയുന്നില്ലേ, യതീഷ് ചന്ദ്ര എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ്റെ നിലപാടുകൾ ഇനി അയാൾ തെറ്റ് ചെയ്താലും ഇക്കാര്യത്തിൽ പുള്ളി അതിര് കവിഞ്ഞ കാര്യമാണ് ചെയ്തതെന്ന് വ്യക്തമായി കഴിഞ്ഞാൽ അതിൽ ഞങ്ങൾ നിലപാട് സ്വീകരിക്കും. ഇന്നലകളിൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പറഞ്ഞതുകൊണ്ട് വീണ്ടും വീണ്ടും പറയണമെന്നുണ്ടോ? ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? നിങ്ങൾ അതിൽ നിന്നെന്താ ഒളിച്ചോടുന്നത്? ഇവിടെ 17-ാം തീയതി നടക്കുന്ന ഒരു സംഭവം, 16-ന് വൈകുന്നേരം നടക്കുന്ന സംഭവം, എൻ്റെ തീയതി തെറ്റുകയാണെങ്കിൽ തിരുത്തുക, 16-ന് വൈകുന്നേരം നടക്കുന്ന സംഭവം 17-ന് വാർത്തയാകുന്നില്ല. ഇത്ര വലിയ സംഭവമാണെങ്കിൽ 16-ന് നിങ്ങളത് ചർച്ച ചെയ്യുന്നില്ല. 17-ന് വാർത്തയാകുന്നില്ല. 18-നാണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 18-നോ 19-നോ ആണ് ഇത് വാർത്തയാകുന്നത്. അത് ഈ പറയുന്ന പുതുവൈപ്പിൽ നടക്കുന്ന സംഭവവും ഈ സംഭവവും തമ്മിൽ എഡിറ്റ് ചെയ്ത് നിങ്ങളത് കാണിക്കുകയാണ്. ആ കാണിക്കുന്നതിനാണ് അതാണ്, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ അത് പറഞ്ഞത്. കാരണം അത് എഡിറ്റ് ചെയ്തു എന്നത് DGPയുടെ വാദമാണ്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഇത് ആദ്യം നമ്മൾ കാണിക്കുന്ന യതീഷ് ചന്ദ്രയുടെ അക്രമം അത് എന്താണ്, അത് വേറെ തന്നെയാണ് കാണിക്കുന്നത്. രണ്ടാമത് അതേ വിഷയത്തിൽ മറ്റൊരു പോലീസ് ആക്ഷൻ ഉണ്ടാകുമ്പോൾ അത് രണ്ടും ഉണ്ടാകുന്നു. ഒരേ ജനതയ്ക്ക് മേൽ പോലീസ് അതിക്രമം കാണിക്കുന്നു എന്ന് മാത്രമേ ആ ദൃശ്യങ്ങൾ കൊണ്ട് ഉദ്ദേശിച്ചുള്ളൂ. തല്ലുകൊണ്ടത് എന്തായാലും ഈ പുതുവൈപ്പിലെ ജനങ്ങൾ തന്നെയാണല്ലോ. ഹർഷൻ, എൻ്റെ ഒരൊറ്റ ചോദ്യത്തിന് ഹർഷൻ ഉത്തരം പറഞ്ഞാൽ മതി. ഒറ്റ ചോദ്യത്തിന്, യതീഷ് ചന്ദ്ര എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെയാണല്ലോ നിങ്ങൾ പിൻ പോയിന്റ് ചെയ്തത്. യതീഷ് ചന്ദ്ര എന്ന് പറയുന്ന ആ ഉദ്യോഗസ്ഥൻ കാട്ടിയ ഈ നരനായാട്ട് നീതീകരിക്കാനാകാത്ത നരനായാട്ട്, പറയട്ടെ പ്ലീസ്, ഞാൻ പറയട്ടെ 16-ാം തീയതി നടന്ന ആ നീതീകരിക്കാനാകാത്ത നരനായാട്ട് എന്തേ നിങ്ങൾ 16-ന് ഇത്ര വലിയ വാർത്തയാക്കിയില്ല? എന്തേ ഇത്ര വലിയ പ്രതികരണങ്ങൾ ഉണ്ടായില്ല? എന്തേ 17-ന് നിങ്ങൾ വീണ്ടും വാർത്തയാക്കിയില്ല? അതാണ് ആ ചോദ്യത്തിന് മറുപടി പറ റഹീം. അവിടെയാണ് ഒരു പ്രശ്നം. 16 ഇത് എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്ത് അതൊരു വിഷയമാക്കിയില്ല എന്നത് വാസ്തവമാണ്. പക്ഷെ മീഡിയ വൺ ആ വിഷയം ചർച്ച ചെയ്തിരുന്നു എന്നതാണ് വാസ്തവം. മാത്രമല്ല റഹീം, ഒരൊറ്റ കാര്യം കൂടി, നടന്ന സംഭവത്തിൽ നിങ്ങൾ കാണിക്കുന്ന പഴയ വാർത്ത അതൊക്കെ ശരിയാവാ? അല്ലല്ല, ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ. റഹീം എത്ര തല്ലുകൊണ്ടിട്ടുണ്ട്?
പോലീസുകാരുടെ കയ്യിൽ നിന്ന് പല ആവർത്തി ഒരേ വിഷയത്തിൽ തല്ലുകൊണ്ടിട്ടുണ്ട്. ആ വിഷയങ്ങൾ നമ്മൾ ചർച്ചയാക്കുമ്പോൾ സ്വാഭാവികമായും റഹീം പല പോലീസുകാരുടെ കയ്യിൽ നിന്ന് തല്ലുകൊള്ളുന്നത് നമ്മൾ പല ആവർത്തി കാണിക്കും. അതുപോലെ തന്നെയാണ് ഒരു ജനതയ്ക്ക് മേൽ പോലീസ് വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള മർദ്ദനം അഴിച്ചുവിടുകയാണ്. അത് ഒരേ വിഷയമായതുകൊണ്ടാണ് നമ്മൾ ആ ദൃശ്യങ്ങൾ കാണിക്കുന്നത്. അതിനെ എങ്ങനെയാണ് വിമർശിക്കാൻ കഴിയുക? അത് മാത്രമല്ല, അതിനെങ്ങനെയാണ് DGP ഈ നിലയ്ക്ക് അവതരിപ്പിക്കാൻ കഴിയുക? അല്ല, അതല്ല ഞാൻ ഉന്നയിച്ചത്. DGP പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ടല്ല, ഞാൻ ഹർഷൻ പറഞ്ഞതിനോട് പ്രതികരിക്കുകയായിരുന്നു. അതായത് നിങ്ങൾ വീണ്ടും വീണ്ടും ഒരു ഉദ്യോഗസ്ഥനെ പിൻപോയിന്റ് ചെയ്യുകയും ആ ഉദ്യോഗസ്ഥനെ CPM നേരത്തെ എതിർത്തിട്ടുള്ളതാണെന്നും ഈ പറയുന്ന കാര്യത്തിൽ DGP പറഞ്ഞത് അതുപോലെ വിഴുങ്ങിയെന്നും താങ്കൾ പറഞ്ഞതുകൊണ്ട് ഞാൻ വിശദീകരിക്കാൻ നിർബന്ധിതനായതാണ്. ഇവിടെ ഞാൻ ഉന്നയിക്കുന്ന കാര്യം 16-നുണ്ടായ സംഭവം, ആ സംഭവം പിന്നീട് ഉണ്ടായതിൻ്റെ തുടർച്ചയായി കാണിക്കുള്ളൂ എതിരല്ല. പക്ഷേ രണ്ടിടത്തുണ്ടായതാണ്, രണ്ട് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുണ്ടായതാണ്. എവിടെ ഉണ്ടായാലും ഏത് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുണ്ടായാലും അതിൽ കവിഞ്ഞ ബലപ്രയോഗം നടന്നിട്ടുണ്ട് എങ്കിൽ കൃത്യമായി നടപടി ഉണ്ടാകണം എന്ന നിലപാട് തന്നെയാണ് CPM-നുള്ളത്. ഇക്കാര്യത്തിലല്ല, ഏത് കാര്യത്തിലായാലും. ഈ പ്രശ്നത്തിൽ ചില രാഷ്ട്രീയമുണ്ട്. ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി പോലും, എന്തിനേറെ CPI പോലും ഈ സമരത്തെ ഈ IOC പ്ലാന്റ് വേണ്ട എന്ന നിലപാടെടുത്തിട്ടില്ല. ഇത് കുറേ കാലമായി അവിടെ ഉള്ളൊരു പ്രശ്നമാണ്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും അവിടെ നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഇത് ചില സംഘടനകൾ, അപ്രധാനപ്പെട്ട ചില സംഘടനകൾ സമരസമിതിയുടെ പേരിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഈ സമരസമിതി തന്നെ IOC-യുടെ നിർമ്മാണ പ്രവർത്തനത്തിന് ഞങ്ങൾ ഒരു തടസ്സവും നിൽക്കില്ല എന്ന അഫിഡവിറ്റും കോടതിയിൽ കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രേഖ തരാൻ എൻ്റെ കയ്യിലില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെറ്റാണെങ്കിൽ ഞാൻ തിരുത്താം. ഈ പറയുന്നവർ സമീപിച്ച മുഴുവൻ നിയമാനുസൃതമായ മേഖലകളും ഞാൻ നേരത്തെ ആവർത്തിച്ച് വീണ്ടും പറയുന്നില്ല, അതെല്ലാം പിന്തള്ളി. പ്രമുഖമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊന്നും ഇത് ന്യായമായ സമരമാണെങ്കിൽ എന്തേ ഇതിനു മുമ്പ് പിന്തുണ പ്രഖ്യാപിച്ചില്ല? ആരും എന്തേ മുൻപിട്ട് വന്നില്ല? കോൺഗ്രസ് വന്നിട്ടില്ല, BJP വന്നിട്ടില്ല, CPM വന്നിട്ടില്ല, CPI വന്നിട്ടില്ല. അപ്പോൾ ഇവരെല്ലാവരും ആ പ്രദേശത്തുള്ളതാണല്ലോ. അപ്പോൾ അതാണ് പ്രശ്നം. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു പ്രത്യേക ഘട്ടത്തിൽ ഇവരെല്ലാവരും പിന്തുണയുമായി രംഗത്തെത്തുന്നത് എന്ന ചോദ്യത്തിന് കൂടി തീർച്ചയായും ഉത്തരം തേടണം. അത് മാത്രമല്ല, അവിടെ ആ പിന്തുണ കൊടുക്കുന്നവരിൽ എസ് ശർമ്മ എന്ന CPM നേതാവുണ്ട്. ആ സമരക്കാരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയോ അവരുടെ ആശ്വസിപ്പിക്കുകയോ ചെയ്യുന്നവരിൽ മേഴ്സിക്കുട്ടിയമ്മ എന്ന നേതാവുണ്ട്, VS അച്യുതാനന്ദൻ എന്ന നേതാവുണ്ട്, CPI എന്ന LDF-ലെ ഏറ്റവും പ്രമുഖമായ രണ്ടാമത്തെ കക്ഷിയുമുണ്ട്. അതാണ് പ്രശ്നം. ഞാൻ തിരിച്ചു വരാം റഹീമിലേക്ക്. ശ്രീ TJ ആഞ്ചലോസിലേക്ക് ഒരിക്കൽ കൂടി. ശ്രീ TJ ആഞ്ചലോസ്, അത് പോലീസ് നടപടിയെ സംബന്ധിച്ചാണ്. തീർച്ചയായും ഒരു തീവ്രവാദ സംഘടന നിയന്ത്രിക്കുന്ന സമരത്തെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്ര ലളിതമായി പിന്തുണയ്ക്കാൻ കഴിയുക? പ്രദേശം സന്ദർശിക്കണം. ഞാൻ പറയുന്നത് യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ നിങ്ങൾ അവിടെ പോയി സന്ദർശിക്കണം. ബഹുജന സംഘടനകളുടെ നേതാക്കൾ ആ പ്രദേശം സന്ദർശിക്കണം. അവിടെ രാഷ്ട്രീയ പാർട്ടികൾ ആരംഭിച്ച സമരമല്ല, അതുപോലെ തന്നെ പ്രത്യേക സംഘടനകൾ ആരംഭിച്ച സമരമല്ല, സാധാരണ മത്സ്യത്തൊഴിലാളികൾ ആരംഭിച്ച സമരമാണ്. ഇതിനു മുമ്പും പാർട്ടി സംസ്ഥാന സെക്രട്ടറി സൗ കാനന്റായതിന് അവിടെ പോയിട്ടുണ്ട്. ഞങ്ങളുടെ ഒട്ടനേകം നേതാക്കൾ പോയിട്ടുണ്ട്. അവിടെ ജനങ്ങളാണ്, ഒരു പ്രദേശത്തെ ജനങ്ങളാണ് അവരുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ഒരു സമരം ആരംഭിക്കുന്നത്. ആ സമരം അങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം, നിങ്ങൾ ഇന്ന മുദ്രാവാക്യം ഉയർത്തണം, ഇന്ന മുദ്രാവാക്യം ഉയർത്താൻ പാടില്ല എന്നുള്ളതല്ല. ഇന്ന് ഞാനവിടെ സന്ദർശിച്ചു. ഒട്ടനേകം CPM പ്രവർത്തകരുണ്ട് അവിടെ, ഒട്ടനേകം CPI പ്രവർത്തകരുണ്ട്, കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. അവരെല്ലാം ആ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടിയും പിടിച്ച സമരത്തിൽ നിൽക്കുന്നു എന്നുള്ളതല്ല. പക്ഷെ അവരിൽ അവരുടെ രാഷ്ട്രീയ വിശ്വാസത്തിൽ തന്നെയാണ്. പക്ഷേ ഈ പൊതുവിഷയത്തിൽ അവിടുത്തെ ജനത ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. തീർച്ചയായും. പക്ഷേ ഈ വിഷയങ്ങളിൽ ഈ സർക്കാർ സംശയിക്കുന്ന അല്ലെങ്കിൽ DGP പോലീസ് സംശയിക്കുന്ന ചില വിഷയങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന്, ഈ ചർച്ചയ്ക്ക് ഒരു പ്രത്യേക ഘട്ടത്തിൽ ഇവർ തയ്യാറാവുന്നില്ല എന്നതാണ്. ഈ സമരം അവസാനിപ്പിച്ച് ഈ പ്രവർത്തനം അവസാനിപ്പിച്ച് പൂർണ്ണമായി അത് നിർത്തിയതിന് ശേഷം മാത്രം ചർച്ച എന്ന നിലപാടിലേക്കൊക്കെ ഒരു സമരസമിതി എത്തുമ്പോൾ സർക്കാരിന് മുന്നിൽ ഇതല്ലാതെ മാർഗമില്ല എന്നതാണ് സർക്കാരിൻ്റെ ഒരു പ്രധാനപ്പെട്ട വാദം. ആ വാദത്തോട് എന്തുകൊണ്ടാണ് സർക്കാരിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷി ചേർന്ന് നിൽക്കാത്തത്? അല്ല, ഇന്ന് അവിടെ കാനന്റായൻ അവരുമായിട്ട് സംസാരിച്ചു. ചർച്ചയ്ക്ക് നിങ്ങൾ പോകണം, ഞങ്ങൾ പോകുന്നുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. നാളെ നടക്കുന്ന ചർച്ചയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പങ്കെടുക്കണം, അവിടെ അഭിപ്രായം പറയണം, ഞങ്ങളതിന് തയ്യാറാണ്. ഇന്നലെ ചില വാർത്തകൾ വന്നു, അവർ പങ്കെടുക്കുമോ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ചില ആശങ്കകൾ എന്ന് ഞങ്ങളോട് ഈ അഭിപ്രായം സംസ്ഥാന സെക്രട്ടറി അവരോട് പറഞ്ഞപ്പോൾ അവർ ചർച്ചയിൽ പങ്കെടുക്കാൻ തയ്യാറാണ്. അവർക്ക് യാതൊരു തർക്കമില്ല, ഇതിനു മുമ്പും ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ളതാണ്. പക്ഷെ അവർ ഉയർത്തുന്ന മുദ്രാവാക്യം അത് പ്ലാന്റ് വേണ്ട എന്നുള്ള വരാം. ഒപ്പം ശ്രീമതി മാഗലിൻ പീറ്ററിലേക്കും വളരെ പെട്ടെന്ന് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീമതി മാഗലിൻ പീറ്റർ, എന്തുകൊണ്ടാണ് ഈ പണി നിർത്തി വെച്ചതിന് ശേഷം മാത്രം തിരുവനന്തപുരത്ത് പോയി ഒരു ചർച്ച നടത്താൻ തയ്യാറാവാം എന്ന് സമരസമിതി കഴിഞ്ഞ ദിവസം തീരുമാനിച്ചത്?
അങ്ങനെ സമരസമിതിക്കൊരു തീരുമാനമില്ല. തീർച്ചയായിട്ടും നേരത്തെ മുഖ്യമന്ത്രി വിളിച്ചിരുന്നതും അതുപോലെ ജില്ലാ കളക്ടർ വിളിച്ചിരുന്നതുമായിട്ടുള്ള എല്ലാവിധ ചർച്ചകൾക്കും സമരസമിതി പോയിട്ടുണ്ട്. മറ്റൊന്ന് എനിക്ക് ഒന്ന് സഹാവ് റഹീമിനോട് ഒരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഹരിത ട്രിബ്യൂണലിൽ ഇപ്പോൾ കേസുണ്ട്. ഇതിൻ്റെ കേസ് അന്തിമ വിധിയൊന്നും വന്നിട്ടില്ല. ഇപ്പോഴീ വരുന്ന ജൂലൈ മാസം 4-ാം തീയതി കേസ് നിലവിലിരിക്കുകയാണ്. അത് എനിക്ക് റഹീമിനോട് ഒന്ന് സൂചിപ്പിക്കാനുണ്ട്. റഹീം ഉദ്ദേശിച്ചത് അതിന്റെ നിർമ്മാണം തടഞ്ഞിട്ടില്ല എന്നതാണ്. റഹീം ഉദ്ദേശിച്ചത് നിർമ്മാണം തടഞ്ഞിട്ടില്ല, അന്തിമ വിധി വന്നു എന്നല്ല, നിർമ്മാണം തടഞ്ഞിട്ടില്ല ഹരിത ട്രൈബ്യൂണൽ എന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, നിർമ്മാണം തടഞ്ഞിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ അന്തിമ വിധി വന്നിട്ടില്ല എന്നതും കൂടി ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ വേറൊന്നുള്ളത്, ഇപ്പം ഇവർ ഹൈക്കോടതിയിൽ ഇവർക്ക് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്നതിൻ്റെ സർവേ നമ്പർ ഒന്ന് റഹീം ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പം IOC പ്ലാന്റ് പ്രവർത്തിക്കുന്ന സ്ഥലത്തിലുള്ള സർവേ നമ്പറിലല്ല ഇപ്പം പ്രൊട്ടക്ഷൻ കിട്ടിയിരിക്കുന്നത്. ഇപ്പം പോലീസ് അവർക്കൊരു പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്നെങ്കിൽ വേറൊരു സ്ഥലത്തേക്കുള്ള പ്രൊട്ടക്ഷനാണ്. പക്ഷേ IOC കമ്പനി എന്നുള്ള പേര് മാത്രമേ അതിനകത്തുള്ളൂ. വേറൊന്ന് ഞാൻ സഹാവ് റഹീമിനോടൊന്ന് വിളിക്കുകയാണ്, മനുഷ്യത്വം ഉണ്ടെങ്കിൽ ആ സ്ഥലം ഒന്ന് പരിശോധിക്കണം. കാരണം ഇപ്പം ഈ IOCയുടെ മതിൽ ഇരിക്കുന്നത് കടലിൻ്റെ ഉള്ളിലാണ്. കാരണം ഇവിടെ ഹൈ ഇറോഷനുള്ള സ്പേസാണിത്. ഇപ്പം തിരയടിക്കുന്നത് ഇവരുടെ ഓഫീസിനകത്ത്, ഓഫീസിൻ്റെ പ്രവർത്തിക്കുന്ന മതിൽ പോലും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇവിടെ എന്താണ് പ്രാദേശികമായിട്ടുള്ള ആളുകൾക്കുള്ള സുരക്ഷിതത്വം നിങ്ങൾ എങ്ങനെ ഉറപ്പാക്കും എന്നുള്ളതും കൂടി നിങ്ങൾ പറയണം. മറ്റൊന്ന്, ഈ ജനങ്ങളുടെ വികസനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുമെന്ന് പറയുന്ന ഒരു സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ. പരിസ്ഥിതിക്ക് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ. പക്ഷേ ഇവിടെ പരിസ്ഥിതിക്കും മനുഷ്യനും വിനാശകരമായ ഒരു പദ്ധതിക്ക് നടപ്പിലാക്കണമെന്ന് എന്തുകൊണ്ട് ഈ CPM മർക്കടമുഷ്ടി പിടിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്കൊരു വ്യക്തത തരണം. ശ്രീമതി മാഗലിൻ പീറ്റർ, അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, ഇത് ഈ സർക്കാരിൻ്റെ കാലത്ത് ആരംഭിച്ച പദ്ധതിയല്ല, ഇതൊരു തുടർച്ചയാണ്. പക്ഷേ ഈ സമരം ഈ നിലയ്ക്ക് തീവ്രമാവുന്നത് ഈ ഒരു ഘട്ടത്തിലാണ്. സർക്കാർ സംശയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതെന്തുകൊണ്ട് ഇപ്പോൾ ഈ നിലയ്ക്ക് ശക്തമാകുന്നു, ഈ സർക്കാരിനെതിരെയുള്ള ഒരു നീക്കമാണോ എന്നാണ്. അങ്ങനെ സംശയങ്ങളുടെ ഒരു വലിയ കൂട്ടം ഈ സർക്കാരിന് മുന്നിലുണ്ട് എന്നതൊരു വാസ്തവം തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സമരം ഈ ചർച്ചയ്ക്ക് തയ്യാറാവില്ല എന്ന സംഘടനയുടെ നിലപാട്, അല്ലെങ്കിൽ ഈ സമരസമിതിയുടെ നിലപാട് പുറത്തു വന്നതും മാധ്യമങ്ങൾ മുഴുവൻ വാർത്തയാക്കിയതും നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഒരു നിലപാടെ സ്വീകരിച്ചിട്ടില്ല എന്ന് പിന്നീട് സംഘടന വ്യക്തമാക്കേണ്ടി വരുന്നത് ഇതിൻ്റെ നേതൃത്വം ആ നിലയ്ക്ക് ഒരു ഏകോപിതമായ ഒരു സംവിധാനമല്ല എന്നതുകൊണ്ടാണ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരു തിരിച്ചടിയായി ഭവിച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കുമോ ഈ തീവ്രവാദി സംഘടനകളുടെ പിന്തുണ എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉയരാനൊരു കാരണം? അതെ, ഇതൊരു സമരസമിതി ഉണ്ട്. ആ സമിതിക്ക് ഏത് ഘട്ടത്തിൽ എങ്ങനെ തീരുമാനമെടുക്കണമെന്നുള്ളത് സമരസമിതിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. ചില സമയങ്ങളിൽ ചിലപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ നിലപാടെടുക്കേണ്ടി വരും. പക്ഷേ അത് ചില സാഹചര്യങ്ങൾക്കനുസരിച്ച് അത് മാറുകയും ചെയ്യും. ഇപ്പം മറ്റൊന്ന്, അങ്ങനെ ഒരു ധാരണ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംസാരം വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ തീവ്രവാദി സംഘടന എന്ന് പറയാൻ പറ്റുമോ? ഇവിടെ ഈ കോൺഗ്രസ്സുകാരുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, എല്ലാ BJPക്കാരുണ്ട്, എല്ലാ പ്രാദേശികമായിട്ടുള്ള പാർട്ടികളും ഇതിനകത്തുണ്ട്. മറ്റൊന്ന്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മാത്രം പ്രതിദാനം ചെയ്യുന്ന സമരങ്ങൾ നല്ലതും പാവപ്പെട്ട ജനങ്ങൾ പ്രതിദാനം ചെയ്യുന്ന സമരങ്ങൾ മോശമെന്നും പറയുന്ന ഈ CPMന്റെ നിലപാട് മാറ്റണം. കാരണം ഇവിടെ നമുക്ക് മുൻകാലങ്ങളിൽ അനുഭവമുണ്ട്. പ്ലാച്ചിമട സമരം ഇവിടെ പലരും പറഞ്ഞിട്ടുണ്ട് തീവ്രവാദികൾ കൂടി നടത്തിയ ഒരു സമരമാണെന്ന്. ഇവിടെ എൻഡോസൾഫാൻ സമരം ഇതേ ആരോപണം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ വിളപ്പൽശാല സമരം, ഇങ്ങനെ കേരളത്തിൽ പാരമ്പര്യമുള്ള ഒരുപാട് സമരങ്ങൾ തീവ്രവാദ ബന്ധമുണ്ടെന്ന് പറയുന്നത് ജനങ്ങൾക്ക് മുന്നിൽ ചില മറുപടി കൊടുക്കാൻ പറ്റാത്തപ്പോഴത്തേക്കും ഭരണകൂടവും അല്ലെങ്കിൽ അതുമായി നിൽക്കുന്ന ആളുകളും തിരിഞ്ഞുകുത്തുന്ന ഒരു പരിപാടിയാണ്. ഇനി തീവ്രവാദ ബന്ധമുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം മൊത്തവും ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലായിരുന്നു. ഈ സമരസമിതിയുടെ നേതാക്കന്മാരുൾപ്പെടെ 100 കണക്കിന് ആളുകൾ പോലീസ് സ്റ്റേഷനിൽ പോവുകയും ഇന്നലെ വൈകുന്നേരം പോലീസല്ല കോടതി ഞങ്ങള് യാതൊരുവിധ കുറ്റവും നിങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതി ഞങ്ങൾ വിട്ടയക്കുകയും ചെയ്തതാണ്. അങ്ങനെ ഈ സമരസമിതിയെ നിയന്ത്രിക്കുന്നത് തീവ്രവാദ സംഘടനകളാണ് എന്നൊക്കെയുള്ള DGPയുടെ കണ്ടുപിടുത്തത്തിൽ വലിയ കഴമ്പൊന്നും ഇല്ല എന്ന് തോന്നുന്നു. അത് തന്നെ അദ്ദേഹം വിശദീകരിച്ചത് വല്ലാതെ കഷ്ടപ്പെട്ടാണ്. അത് എന്തൊക്കെയോ അവിടെ ഇതുമായി ബന്ധമില്ലാത്ത ആളുകളെ കണ്ടു എന്നൊക്കെയാണ്. അങ്ങനെയാണെങ്കിൽ മിക്കവാറും ഈ ബന്ധമില്ലാത്ത സ്ഥലത്ത് സമരം ചെയ്യാൻ പോയതിന് മിക്കവാറും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും മിക്കവാറും മുതിർന്ന മുഴുവൻ
നേതാക്കൾക്കെതിരെയും നടപടി സ്വീകരിക്കേണ്ടി വരും, അവരൊക്കെ തീവ്രവാദികളാണെന്ന് മുദ്ര കുത്തേണ്ടി വരും. അതുകൊണ്ട് DGPയുടെ ആ ഒരു വിലയിരുത്തനെ അത്ര ഗൗരവത്തോടെ കാണേണ്ടതില്ല എന്ന് തന്നെ ഒരു കാര്യം കൂടി എനിക്ക് വിശദീകരിക്കാൻ സമയം തരണം. ഒരു കാര്യം കൂടി വിശദീകരിക്കാൻ ഈ റഹീം പ്രദാനം ചെയ്യുന്ന CPM-ഉം യുവജന സംഘടനയും എത്ര പ്രാവശ്യം അപ്രതീക്ഷിതമായിട്ട് ഈ പറഞ്ഞ വലിയ നേതാക്കന്മാരെ, ഈ മുഖ്യമന്ത്രിമാരെ തടഞ്ഞിട്ടുണ്ട്, വേറെ പല ഉന്നതന്മാരെ ഇവരെ തടഞ്ഞിട്ടുണ്ട്. ഇവരെല്ലാം തീവ്രവാദികളാണോ? അപ്രഖ്യാപിതമായിട്ട് ആളുകളെ നിരോധിത മേഖലയിൽ പോലും ഇവരെ തടഞ്ഞിട്ടുണ്ട്. അത് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കാകാം, സാധാരണപ്പെട്ട മനുഷ്യർക്ക് ആകാൻ പാടില്ലെന്ന് DGPയുടെ ആ നിലപാട് കൗതുകകരമായി തന്നെ ചർച്ചയ്ക്ക് വിധേയമാക്കാവുന്ന സംഗതി തന്നെയാണ്. റഹീം, ഈ പറഞ്ഞതുപോലെ ഈ തീവ്രവാദികളാണ് ഇവരൊക്കെ എന്നതിന് അവിടെയൊന്നും ഉള്ള ആളുകളല്ല എന്നതാണ് DGPയുടെ വിശദീകരണം. ആ നിലയ്ക്ക് കണ്ടാൽ അത് മിക്കവാറും എല്ലാ നേതാക്കന്മാരെയും തീവ്രവാദികളാക്കുന്ന തലത്തിലേക്ക് മാറും. ഹർഷ, ഇവിടെ ഈ ചർച്ചയിൽ ശ്രീ മാഗ്ലിൻ പീറ്റർ അവരുടെ വാചകങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഇത് CPIM ഭരിക്കുന്ന ഗവൺമെൻറ്, CPI കൂടി മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു. കാര്യം CPM ഭരിക്കുന്ന നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിനെ പിൻ പോയിൻ്റ് ചെയ്യുകയും അതിന് നേതൃത്വം കൊടുക്കുന്ന CPM-നെ പിൻ പോയിൻ്റ് ചെയ്യാനും എത്രമാത്രം പരിശ്രമമാണ് നടത്തിയത്. ഇതിൽ വേറെ ആരെങ്കിലും ഈ പാനലിൽ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. മാഗ്ലിൻ പീറ്ററിന് അറിയില്ല ഇതെന്നാണ് ഈ പദ്ധതി ആരംഭിച്ചതെന്ന്. ഈ പദ്ധതി ആരംഭിച്ചത് ഞങ്ങളുടെ മർക്കടമുഷ്ടി കൊണ്ടാണോ? ഈ പദ്ധതി ആരംഭിച്ച ഘട്ടത്തിൽ കേന്ദ്രത്തിൽ ആരായിരുന്നു? CPM ആയിരുന്നോ? കേരളത്തിൽ ആരായിരുന്നു? CPM ആയിരുന്നോ? ഈ പദ്ധതി വിവിധ ഘട്ടങ്ങളിൽ തുടർന്നത് ആരുടെ കാലത്ത്? ഞങ്ങളുടെ കാലത്താണോ? പിന്നെ മർക്കടമുഷ്ടി എന്ത് അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? പിന്നെ ഉണ്ടായ പോലീസ് നടപടി നിങ്ങൾക്കെതിരെ എന്നല്ല, ആർക്കെതിരെ ആയാലും അതിരുകവിഞ്ഞ ബലപ്രയോഗം. ഞാൻ ഈ ചർച്ചയുടെ തുടക്കം മുതൽ ആവർത്തിച്ച് പ്രയോഗിക്കുന്ന പദമാണത്. അതിരുകവിഞ്ഞ ബലപ്രയോഗം ഇവിടെ എന്നല്ല, ഇന്നല്ല, നാളെ, ഇനി വേറെ ആർക്കെങ്കിലും എതിരെ ഉണ്ടായാലും അത് പാടില്ല എന്ന നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രഖ്യാപിത നയം. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരിശോധിക്കും, കർശന നടപടിയെടുക്കും. ഇവിടെ നിങ്ങൾ പറയുന്ന കാര്യം ഈ IOC പ്ലാന്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറയുന്നു പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കയുണ്ട്. സഖാവ് TJ ആഞ്ചലോസ് നേരത്തെ അത് സൂചിപ്പിച്ചു. ആ ആശങ്ക പരിഹരിക്കാനാണ് 2 വട്ടം ചർച്ച നടത്തിയത്. ഇനിയും ചർച്ചയ്ക്ക് തയ്യാർ, എത്ര വട്ടം വേണമെങ്കിലും ചർച്ചയ്ക്ക് തയ്യാർ. അത് പരിഹരിക്കാം. അത് പരിഹരിക്കേണ്ട എന്നാണ് ആർക്കാണ് അഭിപ്രായ വ്യത്യാസം? അതുപോലും പരിഹരിക്കാത്തവരാണ് ഞങ്ങളത്. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കേണ്ട, ആരും തെറ്റിദ്ധരിപ്പിക്കേണ്ട. പിന്നെ മാഗ്ലിൻ പീറ്റർ പറയുന്നൊരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ട കാര്യം നിങ്ങൾ പറയുന്നു അവിടെ വേലിയേറ്റ സ്ഥലമാണ്. ഇത് വേലിയേറ്റ സ്ഥലമാണെന്നും ഇതെല്ലാം ചൂണ്ടിക്കാണിച്ച് തന്നെയാണ് ഹരിത ട്രിബ്യൂണലിൽ പോയത്. ഹരിത ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ട് മാഗ്ലിൻ പീറ്റർ തെറ്റിദ്ധരിപ്പിക്കാനാണ് നോക്കിയത്. വളരെ കൃത്യമായി ഹരിത ട്രിബ്യൂണലിൻ്റെ പ്രാഥമിക വിധി വന്നു, ഇത് തടസ്സപ്പെടുത്തേണ്ടതില്ല, നിർമ്മാണം തുടരാം. അതിനുശേഷം നിങ്ങൾ ഈ പറയുന്ന കേസ് അതിന്മേൽ നിങ്ങൾ പറയുന്ന അപ്പീൽ എന്ന നിലയിൽ നിങ്ങൾ കൊടുത്ത കേസാണ്. അതിനുശേഷമാണ് നിങ്ങൾ തന്നെ ഹൈക്കോടതിയിൽ പോയത്. മാഗ്ലിൻ പീറ്റർ വാചാലമായപ്പോൾ എന്താ ഹൈക്കോടതി വിധിയെക്കുറിച്ച് നിശബ്ദയായി? ആ ഹൈക്കോടതി പറഞ്ഞെന്താ? ഇത് തുടരാമെന്നല്ലേ? നിങ്ങളുടെ വാദങ്ങളെല്ലാം കേട്ടതിന് ശേഷമാണ്. എന്നിട്ടും ഞങ്ങൾ പറയുന്നു, ആർക്കെങ്കിലും ഇനിയും ആശങ്കയുണ്ട് എങ്കിൽ അത് പരിഹരിക്കാൻ, അത് കേൾക്കാൻ ഈ ഗവൺമെൻറ് ബാധ്യസ്ഥമാണ്. അതിനാണ് മുഖ്യമന്ത്രി അവിടെ നേരിട്ട് ചെല്ലുന്നത്. ആർക്കാണിതിൽ പിടിവാശി? പിന്നെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. ഈ പദ്ധതിയെ സംബന്ധിച്ച് ആരെല്ലാം ഈ തീവ്രവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഹർഷൻ പറഞ്ഞു അതിനെ ബ്ലൈൻഡായി തന്നെ അതിനെ തള്ളിക്കളയാമെന്ന്. ഹർഷ, ഇതിൻ്റെ പിന്നിൽ ആരെല്ലാമാണ് നിൽക്കാൻ സാധ്യതയുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ പദ്ധതിയുടെ ഉദ്ദേശം എന്താ? ഈ പദ്ധതി വരുന്നതോടുകൂടി ഇപ്പോൾ കേരളത്തിലേക്കുള്ള പാചകവാതകത്തിൻ്റെ ചരക്കു നീക്കങ്ങളെല്ലാം നടക്കുന്നത് ബുള്ളറ്റ് എന്നറിയപ്പെടുന്ന വലിയ ടാങ്കർ ലോറികൾ വഴിയാണ്. ഈ തമിഴ്നാട് കേന്ദ്രീകരിക്കുന്ന വലിയ ടാങ്കർ ലോബിയുണ്ട്. ആ ടാങ്കർ ലോബികളാണ് കോടിക്കണക്കിന് രൂപ പ്രതിദിനം ഇതിലൂടെ ലാഭം കൊയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പദ്ധതി പൂർണ്ണമായി നടപ്പിലായി കഴിഞ്ഞാൽ കേരളത്തിലെ ഈ ബുള്ളറ്റുകളുടെ വലിയ ടാങ്കർ ലോറികളുടെ നീക്കം വല്ലാതെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ കഴിയും. ഇതിനെല്ലാം പിന്നിൽ ആരെല്ലാം ഉണ്ട് എന്ന് പിന്നീടല്ലേ അറിയാവൂ. ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങളുണ്ടെങ്കിൽ ആ സംശയങ്ങളെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഒരു കാര്യം കൂടി തീർച്ചയായും പെട്ടെന്ന് അല്ല, ഒറ്റ കാര്യം ഇത്രയേ ഉള്ളൂ. ഈ IOC പ്ലാന്റ് രണ്ടായി കാണണം. ഇതിനെ പോലീസ് നടപടിയെ സംബന്ധിച്ച് ഞങ്ങളുടെ നിലപാട് പറഞ്ഞു, ഇനി അതിൽ വെള്ളം ചേർക്കരുത്. ഞങ്ങളുടെ നിലപാട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സഖാവ് കോടിയേരി കൃത്യമായി പറഞ്ഞതാണ്. പിന്നെ ഈ പ്ലാന്റ് വേണമോ വേണ്ടയോ ജനങ്ങളുടെ ആശങ്ക, ആ ജനങ്ങളുടെ ആശങ്കയിൽ ശരിയായ എന്തെല്ലാമാണ് അവരോട് പറയേണ്ടത്, അത് നമുക്ക് ചർച്ച ചെയ്യാം. തീർച്ചയായും ഞാൻ തിരിച്ചു വരാം. ശ്രീ OM ശാലീന, ഈ സമരസമിതിയുടെ പ്രധാനപ്പെട്ട ആവശ്യം ഈ പ്ലാന്റ് അവിടെ അടച്ചുപൂട്ടണമെന്ന് തന്നെയാണ്. ചർച്ചയ്ക്ക് മുതിരാൻ പോലും
വിമുഖത കാണിക്കുന്ന തരത്തിലേക്ക്, അതായത് ഈ പ്ലാന്റ് അടച്ചുപൂട്ടിയതിന് ശേഷം മാത്രം ചർച്ച എന്ന നിലയിൽ ഡിമാൻഡ് വയ്ക്കുന്ന തരത്തിലേക്ക് തന്നെ ഒരു ഘട്ടത്തിൽ സമരസമിതി പോയിരുന്നു. അപ്പോൾ ആത്യന്തികമായ ആവശ്യം ഈ പ്ലാന്റ് അടച്ചുപൂട്ടുക എന്നതാണ്. അവിടുത്തെ ജനങ്ങൾക്ക് ആശങ്കയുണ്ടെന്നും പറയുന്നു. അടച്ചുപൂട്ടുക എന്ന ആവശ്യത്തിൽ എന്താണ് BJPയുടെ നിലപാട്? അടച്ചുപൂട്ടുക എന്നുള്ള ആവശ്യം ഇന്നത്തെ സാഹചര്യത്തിൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് BJPയുടെ നിലപാട്. കാരണം ഈ ഒരു പദ്ധതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ വർഷങ്ങളായിട്ടുള്ള സർക്കാരുകളുടെ പല ഘട്ടങ്ങളിലൂടെ വന്നിട്ട് ഇപ്പം ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്ന സമയമാണ്. ഇതിൻ്റെ ആദ്യഘട്ടത്തിലൊക്കെ തന്നെ സമീപവാസികൾ ഈ പ്ലാന്റിൻ്റെ പ്രവർത്തനത്തിൽ പങ്കാളികളായിരുന്നതുമാണ്. അപ്പോൾ അന്നൊന്നും ഇതിന് എതിരെയുള്ള പ്രതിഷേധങ്ങൾ ഇത്രയും ശക്തമായിട്ട് നമ്മൾ കണ്ടിരുന്നില്ല. നേരത്തെ ഇപ്പം ഇവർ പറഞ്ഞതുപോലെ തന്നെ പിന്നീട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വികസിച്ച സമയത്ത് കടലാക്രമണ ഭീഷണിയും ഇവർ അവിടെ കാണുന്ന മറ്റ് പല കാര്യങ്ങളും, ഈ കാര്യങ്ങളൊക്കെ തന്നെ ഹരിത ട്രിബ്യൂണലിന്റെ പരിഗണനയിൽ വന്ന വിഷയങ്ങളുമാണ്. അതിനെല്ലാം ശേഷമാണ് അപ്പോൾ ആത്യന്തികമായി BJPക്ക് പരാതി പോലീസിന്റെ നടപടിയെക്കുറിച്ച് മാത്രമേ ഉള്ളൂ. അതെ, കാരണം IOC പ്ലാന്റ് അവിടെ വേണമെന്ന് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട്. കാരണം ഇത് കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ വളരെ വർഷങ്ങളായിട്ട് ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. ഈ സമരം പരിപാടി നേരിട്ട രീതി ശരിയായില്ല. ജനങ്ങളുമായിട്ട് ചർച്ചയ്ക്ക് തയ്യാറാവാനാണ് സർക്കാർ ഇത്തരം നടപടികളിലേക്ക് പോകുന്നതിന് മുമ്പ് ജനങ്ങളുടെ വിഷയങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ചർച്ചയ്ക്ക് തയ്യാറായി അത് പരിഹരിക്കുകയാണ് വേണ്ടത്. മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഇത്തരത്തിലുള്ള മൃഗീയമായിട്ടുള്ള പോലീസ് നയമായിട്ടൊന്നും നമ്മൾ കണ്ടിട്ടില്ല. എന്തുകൊണ്ട് കണ്ടില്ല? കാരണം അത്തരം സ്ഥലങ്ങളിലും അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ തന്നെ ഈ തരത്തിലുള്ള പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട്. ജനങ്ങളുടെ സാന്ദ്രതയുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെയാണ് അവിടെയും ഈ പ്ലാന്റുകളൊക്കെ സ്ഥാപിച്ചിട്ടുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളിൽ കണ്ടില്ല എന്ന് പറയരുത്. മറ്റ് സംസ്ഥാനങ്ങളിലും ഇതൊക്കെ നടക്കുന്നതാണ്. കേരളത്തിലും നടന്നു. കേരളത്തിൽ അത് നടക്കാൻ പാടില്ലാത്തതാണ്. അങ്ങനെ പറയുന്നതല്ലേ ശരി? ഞാൻ പറയുന്നത് നടക്കാൻ പാടില്ല. ഈ തരത്തിൽ ഈ സമരക്കാരെ ഇത്തരത്തിൽ അടിച്ചൊതുക്കുന്ന രീതി ശരിയല്ല. കാരണം ചർച്ചയ്ക്ക് തയ്യാറാവുകയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ ചർച്ചയ്ക്ക് തയ്യാറായി എന്നുള്ളതാണ് കാരണം. അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്താണ് മാർഗം ഒരൊറ്റ കാര്യം കൂടി, ഒരു VVIP മോട്ടോർ കേഡറിനുള്ളിലേക്ക് ഇത്തരത്തിലൊരു സമരവുമായി കടന്നു ചെല്ലുകയും അങ്ങനെ അത് ശ്രദ്ധയിൽ വരുത്തിക്കൊണ്ട് ഒരു വലിയ സംഘർഷത്തിനുള്ള സാധ്യത തേടുകയും ചെയ്തത് സമരക്കാർ തന്നെയാണെന്നും അതൊരു ജനാധിപത്യ സംവിധാനത്തിൽ ജനാധിപത്യ പാർട്ടികളോ ഒക്കെ അവലംബിക്കുന്ന ഒരു രീതി അല്ലാത്തത് കൊണ്ട് തന്നെ ഇതിൽ തീവ്രവാദ സംഘടനകളുടെ സാന്നിധ്യം സംശയിക്കേണ്ടതുണ്ട് എന്നതുമൊക്കെയാണ് ഈ മൊത്തം സംശയ സാഹിത്യങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ സർക്കാരിൻ്റെ വാദമായി മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ പോലീസിന്റെ വാദമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ നിലയ്ക്ക് സംശയങ്ങൾക്ക് പ്രസക്തിയുണ്ടോ? ഇവിടുത്തെ പോലീസ് സംവിധാനം ക്രിയാത്മകമായി ഉപയോഗിക്കുകയായിരുന്നെങ്കിൽ ഈ സമരസമിതിക്കാരെ, കാരണം പ്രധാനമന്ത്രി 17-ാം തീയതി കേരളത്തിൽ എത്തുമെന്നുള്ളത് നേരത്തെ പ്രഖ്യാപിച്ച കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സമരക്കാരെ നേരിടാൻ വേണ്ടിയിട്ടുള്ള പോലീസ് സന്നാഹം കേരളത്തിലുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സമരസമിതിയിലെ ആളുകളെ ഹൈക്കോടതി അല്ലെങ്കിൽ ഈ സമരം നടന്ന സ്ഥലത്തേക്ക് എത്താതിരിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കാമായിരുന്നു പോലീസിന്. അവരെ ദൂരത്ത് നിന്ന് തന്നെ തടയാമായിരുന്നു. ഇതൊന്നും ചെയ്യാതെ അവിടെ വന്ന സമരക്കാരെ ഇത്തരത്തിൽ മൃഗീയമായി അടിച്ച് ഒതുക്കുന്നതിനെ ന്യായീകരിക്കാൻ ഒരിക്കലും സാധിക്കില്ല. ശ്രീ TJ ആഞ്ചലോസ്, ഒന്ന് ഇത് ഇടത് സർക്കാരിൻ്റെ വികസന നയമാണ് എന്ന് വ്യാഖ്യാനിക്കേണ്ടി വരുന്നത് 2-3 കാരണങ്ങൾ കൊണ്ടാണ്, 2-3 വിഷയങ്ങളുടെ തുടർച്ച കൊണ്ടാണ്. ഒന്ന്, ഈ പ്രധാനമന്ത്രി വരുന്നതിന് തലേ ദിവസമാണ് ഈ നിലയ്ക്ക് ഒരു ആക്ഷൻ ഉണ്ടാകുന്നത്. ഈ യതീഷ് ചന്ദ്ര എന്ന പോലീസുകാരൻ അവിടെ ആ അക്രമമെല്ലാം കാട്ടിക്കൂട്ടുന്നത്. അതിൻ്റെ തുടർച്ചയായി 2-ാം ദിവസമാണ് ഈ മെട്രോയുടെ ഉദ്ഘാടനം നടക്കുന്നത്. അവിടെ മുഖ്യമന്ത്രിയുടെ ഒരു വികസന പ്രസംഗം ഉണ്ടാകുന്നത്. മിക്കവാറും BJP നേതാക്കളെല്ലാം വല്ലാതെ സ്വാഗതം ചെയ്ത ഒരു പ്രസംഗമായിരുന്നു മുഖ്യമന്ത്രിയുടേത്. അതിൽ മുഖ്യമന്ത്രി കൃത്യമായി പറയുന്നുണ്ട്, ചില വികസന നടപടികൾ ഉണ്ടാകുമ്പോൾ, വികസന പദ്ധതികൾ ഉണ്ടാകുമ്പോൾ ആളുകളെയൊക്കെ ഒഴിപ്പിക്കേണ്ടി വരും, ചിലർക്ക് പണം കൊടുക്കേണ്ടി വരും, അതിൻ്റെ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും, അല്ലാതെ ഒഴിപ്പിക്കേണ്ടി വരും, ചിലർ എതിർക്കും, അങ്ങനെയുള്ള എതിർപ്പുകൾ വകവെച്ച് കൊടുക്കില്ല എന്ന് കൃത്യമായി മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു. അതിൻ്റെ തുടർച്ചയായാണ് ഈ IOC പ്ലാന്റിനടുത്ത് സമരം ചെയ്തവരെ ഈ ജോർജ് എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിലുള്ളവർ അദ്ദേഹത്തിൻ്റെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ആക്രമിക്കുന്നത്. അപ്പോൾ ഇതിനൊരു തുടർച്ചയുണ്ട്. ഈ സർക്കാരിൻ്റെ, അതായത് പോലീസിനെ നിയന്ത്രിക്കുന്ന ആഭ്യന്തരമന്ത്രിക്കുള്ള നിലപാട് എന്താണ് എന്ന് പോലീസ് മനസ്സിലാക്കുന്നുണ്ട്. അതൊന്നുകൂടി വ്യക്തമാവുന്നത് വികസനത്തെക്കുറിച്ചുള്ള, വികസന സങ്കല്പങ്ങളെക്കുറിച്ചുള്ള DGPയുടെ ആ നെടുങ്കൻ ഡയലോഗുകളിലൂടെ കൂടിയാണ്. അപ്പോൾ പിന്നെ ഇത് ഈ സർക്കാരിൻ്റെ നയമാണ് എന്ന് വിലയിരുത്തുന്നതിൽ എന്ത് തെറ്റാണ് ശ്രീ TJ ആഞ്ചലോസ്? ഉരുക്കുമുഷ്ടി ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട് ഒരു വികസനവും നമ്മുടെ നാട്ടിൽ നടത്താൻ കഴിയില്ല.
ഏത് സമ്പന്നനാണ് ഭൂമി നഷ്ടപ്പെട്ടിട്ടുള്ളത്? ഏത് സമ്പന്നനാണ് വീട് നഷ്ടപ്പെട്ടിട്ടുള്ളത്? ഏത് സമ്പന്നൻ്റെ മറ്റ് വസ്തുവകളാണ് ഇത്തരം ഈ കേരളത്തിലല്ല എവിടെ നോക്കിയാലും ഏറ്റവും ദുർബലരായ പാവപ്പെട്ട ജനവിഭാഗങ്ങൾ. തീർച്ചയായും അങ്ങനെയാണെങ്കിൽ ശ്രീ ടി ജെ ആഞ്ചലോസ് ഈ തുടർച്ച പരിശോധിച്ചാൽ ഇടത് സർക്കാരിന്റെ വികസന നയം തന്നെ തെറ്റാണ് എന്ന് CPI പറയുമോ? അല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ വികസന നയം പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഇത്തരം യതീഷ് ചന്ദ്രയെ പോലുള്ള പേ പിടിച്ച നായ്ക്കൾ കാണിക്കുന്ന പോലുള്ള പ്രവർത്തനങ്ങളല്ല അതിൻ്റെ പോലീസ് നയം. ഇത്തരമല്ല വികസന നയം. ചർച്ചയാണ്. ചർച്ചയിലൂടെ ജനങ്ങളെ ബോധ്യപ്പെടുത്തി അവർ ഉയർത്തുന്ന ഉത്കണ്ഠ അല്ലെങ്കിൽ അവരുടെ ഭയം അതിന് പരമാവധി പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ്. അല്ലാതെ എന്ന് പറഞ്ഞാൽ പരിക്കേറ്റ് കിടക്കുന്ന ആളുകളെ, യുദ്ധഭൂമിയിൽ പോലും പരിക്കേറ്റ് കിടക്കുന്ന ആളുകളെ കൊണ്ടുപോകുമ്പോൾ ശത്രു സൈന്യം ആക്രമിക്കാറില്ല. ഇന്ന് അവിടെ ചെന്നപ്പോൾ ഇടതു മുന്നണിയുടെ വികസന നയമല്ല ഇത് എന്ന് വാദിച്ചു നിൽക്കണമെങ്കിൽ ഈ പറഞ്ഞ വിഷയങ്ങളുടെ തുടർച്ചയെ ഖണ്ഡിക്കേണ്ടി വരും. ഇതിപ്പോൾ മാറി നിന്ന് നിരീക്ഷിക്കുന്ന ഒരാൾക്ക് ഈ ഒരാഴ്ച കൊണ്ട് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ പരിശോധിച്ചാൽ മുഖ്യമന്ത്രിക്ക് ഒരു നിലപാടാണ്, പോലീസിന്റെ നടപടി ആ നിലപാടിന്റെ തുടർച്ചയാണ്, അതിനെ സാധൂകരിക്കുകയാണ് വികസന പ്രസംഗത്തിലൂടെ DGP. ഇത് അങ്ങനെയൊന്നും എടുക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ 2-3 കാര്യങ്ങളാണ്. ഒന്ന്, വികസനവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊരു നയമുണ്ട്, പോലീസിങ്ങുമായും ബന്ധപ്പെട്ട് ഒരു നയമുണ്ട്. പോലീസിങ്ങുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞല്ലോ, വികസന കാര്യത്തിൻ്റെ പേരിൽ നടക്കുന്ന പ്രതിഷേധങ്ങൾ മാത്രമല്ല, ഏത് പ്രതിഷേധങ്ങളും അല്ലെങ്കിൽ പൗരനെതിരായിട്ടായാലും പോലീസ് നടപടി അതിരുകവിഞ്ഞ്, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇനിയും ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ല എങ്കിൽ എനിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ മനസ്സിലായില്ല എന്ന് വിചാരിച്ചിട്ടും കാര്യമില്ല. ഏതെങ്കിലും ഒരാളെ നായ എന്ന് പലതവണ വന്നിരുന്ന ഒരു ടെലിവിഷൻ ചർച്ചയിൽ പറയുന്നത് അത്ര നല്ലതാണെന്ന് ഞാൻ കരുതുന്നുമില്ല. ഇവിടെ വസ്തുതകളിലേക്ക് വരണം. വസ്തുതകളിൽ പറയൂ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പോലീസ് നയത്തെ സംബന്ധിച്ച് ഒരാൾക്കും ഒരു തർക്കവുമില്ല. CPIക്കില്ല, CPMനുമില്ല, ആർക്കുമില്ല. അത് വളരെ കൃത്യമാണ്. അത് അതിരുകവിഞ്ഞ ബലപ്രയോഗങ്ങൾ ആർക്കെതിരെയും അനുവദനീയമല്ല. അതുണ്ടായിട്ടുണ്ടെങ്കിൽ പരിശോധിക്കും, അതിന് ഉത്തരവാദികൾക്കെതിരെ നടപടിയെടുക്കും. അതിനൊരു വ്യക്തത ഉണ്ട്. എന്തായാലും ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത്, അതായത് ആ ഒരൊറ്റ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് ഒതുക്കി കാണേണ്ടതില്ല. ദൃശ്യത്തിലില്ലാത്ത, ഈ ദൃശ്യങ്ങളിലില്ലാത്ത ജോർജും ഇതേ നടപടി തന്നെയാണ് നടപ്പാക്കിയിട്ടുള്ളത്. അത് മാത്രമല്ല റഹീം, ഇങ്ങനെ ടെലിവിഷൻ ചർച്ചകളിൽ ഒരാളെ ആക്ഷേപിക്കുന്നതിനപ്പുറത്ത് ഇതേ വ്യക്തിക്കെതിരെ ഇതിനേക്കാൾ കർശനമായ നിലപാടുകൾ മൈക്കിലൂടെ CPM നേതാക്കൾ തന്നെ പല ആവർത്തി പറഞ്ഞിട്ടുള്ളതാണ്. ആ വ്യക്തി തന്നെ ജനകീയ സമരങ്ങളെ കൈകാര്യം ചെയ്യാൻ എങ്ങനെയാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് എന്നതാണ് ഏറെ അത്ഭുതപ്പെടുത്തുന്നത്. ഈ വിഷയത്തിൽ തിരുത്തലിന് CPM തയ്യാറാകും, അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി തയ്യാറാകുമെന്ന് കരുതാം. നമുക്ക് തൽക്കാലം നമുക്കിവിടെ അവസാനിപ്പിക്കേണ്ടിയിരുന്നു റഹീം. അതുകൊണ്ടാണ് വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് റഹീം. ഒപ്പം ശ്രീ TJ ആഞ്ചലോസ്, ശ്രീമതി മാഗ്ലിൻ പീറ്റർ, ശ്രീമതി OM ശാലീന. സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. ഇനി പോളിമിക്സ് കാണാം.